கருத்த குழலுடன் இருத்த மயிலிறகிருக்கி அமைத்த திறத்திலே கானமயிலாடும் மோன குயில் பாடும் நீல நதியோடும் வனத்திலே குழல் முதல் എഴിലിസை കുഴയ വരും ഇസയിൽ കുഴലുടുമിളിരിന കരത്തിലെ. എല്ലാ വീടിൻ്റെ മുന്നിൽ സ്ത്രീകൾ വെള്ളം തളിച്ച് കോലമിടുന്നു. പിന്നെ നടുക്കൂടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഭജന പാടി ഇങ്ങനെ പോകും. ഭയങ്കര വൈബാണത് കാണുമ്പോൾ തന്നെ. അപ്പോൾ ആ അഗ്രഹാരത്തിലുള്ള എല്ലാ കുട്ടികളും പാട്ട് പഠിക്കും. നിശ്ചിന്ത നിരഹങ്കാര നിർമോഹ മോഹനാശിനി നിർമമ മമതാഹന്ത്രി നിഷ്പാപ പാപനാശിനി. ഇത് തുടങ്ങിയത് കണ്ടു. എല്ലാം നീ 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 ഇങ്ങനത്തെ ഓരോ വർക്കുകളാണ് സംസ്കൃതത്തിലുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കർണാട്ടിക് മ്യൂസിക്കിൽ ഇല്ലാത്ത ഒന്നും ഇപ്പൊ പുതിയതായിട്ട് ആരും കണ്ടുപിടിച്ചിട്ടില്ല. എങ്ങനെയാണ് ഒരുമിച്ച് ഒരേപോലെ പാടുന്നത്? ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പൊ ഈ കോമ്പസിഷൻ പാടിയെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ലായിരിക്കും ഈ സംഗതി ഓരോ തവണ പാടുന്നത്. ഇത് കാണുമ്പോൾ സാധാരണ കുറെ ആളുകൾക്ക് ഭയങ്കര കുരുവട്ടലാണ്. കാരണം ഇവരാരാ? ഇപ്പോഴും ചെന്നാലും സോഷ്യൽ മീഡിയയിൽ വളർന്നു വരുന്ന ആൾക്കാരോട് പുച്ഛമുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇവരാരാ? അവന്റെ ഒക്കെ വിചാരം കണ്ടില്ലേ, ഇവനാരെ MG ശ്രീകുമാറാണെന്ന വിചാരം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള കമന്റുകളൊക്കെ ഇടുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് അമ്മയും മോളും കൂടെ ഫേസ്ബുക്കിൽ ഷോ കാണിക്കാൻ വേണ്ടി വരും. എന്ത് ഷോ? നമ്മൾ മാന്യമായിട്ട് വേഷം ധരിച്ച് നമുക്കറിയുന്ന, അതും ഈ കർണാട്ടിക് മ്യൂസിക് എന്ന് വെച്ചാൽ എല്ലാം ഈശ്വരനെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുകളാണ്. അത് പാടുന്നതിന് പോലും എന്നും ഇതിൽ വന്നു, എന്നും ഇതിൽ പറ്റുന്നതുകൊണ്ടല്ലേ. സുജിത്തിന് തന്നെ അറിയാം ഈ ഒരു ഇന്റർവ്യൂ എടുക്കാൻ എത്രമാത്രം ബുദ്ധിമുട്ടാണ് ഇതിന്റെ പിന്നിൽ. ഒരു മിനിറ്റ് വീഡിയോ എടുക്കുന്നതിന്റെ പിന്നിൽ ബുദ്ധിമുട്ടില്ലേ? CD ഉണ്ടായിരുന്ന സമയത്ത് എത്ര CD ആൽബംസ് ഇറക്കിയിട്ടുണ്ടാവും? ഒരു 50ഓളം ആൽബംസ് ചെയ്തിട്ടുണ്ട്. MC ഓഡിയോസുകാരെടുത്ത് എൻ്റെ മിക്കവാറും എല്ലാ ആൽബംസിനും മില്യൺസ് ഒക്കെ ഉണ്ട്. ഞാനായിട്ട് ചെയ്ത ഒരു ആൽബത്തിന് ഇത്രയും വ്യൂസ് വന്നത് ആ ഒരു പാട്ടിനാണ്. ഇല്ല, അത് MC ഓഡിയോസിന് കൊടുത്തു. ഈ MC ഓഡിയോസ് പോലെയുള്ള പല സ്ഥാപനങ്ങളും ഈ കോപ്പിറൈറ്റ് കാരണം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ T സീരീസും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം. അതുകൊണ്ട് എനിക്ക് ഞാൻ പാടിയ പാട്ട് എടുത്തിട്ട് എന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. MC ഓഡിയോസ് കോപ്പിറൈറ്റ് ചോദിക്കും. അതെ അതെ. അവിടെ പോകുമ്പോ എങ്ങനെ വീഡിയോ എടുക്കുന്നേ? ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടി. ഗുരുവായൂരിന്റെ അകത്ത് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഈ ആവശ്യമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ പോയി റീൽ ഇട്ടിട്ടാണ് അവർ ഈ പെർമിഷൻ മാറ്റുന്നത്. ഇത് നമ്മൾ പോകുന്നത് ശരി ജെന്യുയിൻ ആയിട്ടുള്ള ഒരു കാര്യത്തിനാണ്. അതായത് ശാസ്ത്രീയ സംഗീതം എന്ന് പറഞ്ഞാൽ സ്ലോ മാത്രമാണെന്ന് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയാണ് വിചാരം. പക്ഷേ ശാസ്ത്രീയ സംഗീതത്തിൽ റാപ്പ് ഉണ്ട്. കുങ്കുമാഗിതേ പങ്കജലോചനെ വെങ്കടരമണന പട്ടദരാണി ഭാഗ്യലക്ഷ്മി ബാരമ്മ നമ്മമ്മ നീ സൗഭാഗ്യത ലക്ഷ്മി ബാരമ്മ. നമസ്കാരം. ചാറ്റ് വിത്ത് ഭക്തന്റെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം എന്നെനിക്ക് പറയണമെന്നുണ്ടെങ്കിലും ഇത് ചിലപ്പോൾ പോഡ്കാസ്റ്റ് മാറി വേറെ എന്തെങ്കിലുമൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെൽക്കം പ്രിയ ആർപ്പൈ, ശ്രദ്ധ ആർപ്പൈ ആൻഡ് ശ്രേയ ആർപ്പൈ. അപ്പോൾ ഇവർ 3 പേരും അമ്മയും മക്കളുമാണ്. അതായത് അമ്മയും 2 പെൺമക്കളും 3 പേരും പാട്ടുകാരാണ്. പ്രിയ ആർപ്പൈ ആൻഡ് ഫാമിലി, ഞങ്ങൾ പണ്ടുപോലെ വി ആർ ഫാമിലി ഫ്രണ്ട്സ്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ഇപ്പോഴും അറിയത്തില്ല. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഭയങ്കര നിഗൂഢതകൾ നിറഞ്ഞ ആളുകളാണെന്ന് പറയും. അല്ല, എപ്പോഴും ഇങ്ങനെ പാട്ടുകൾ കാണാം. അമ്മയും മക്കളും കൂടെ നിന്ന് പാടുന്ന പാട്ടുകളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം. പിന്നെ പണ്ടുപോലെ വേറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ വെറുതെ ഗൂഗിളിൽ തപ്പി നോക്കിയപ്പോഴത്തേക്കിനും വിക്കിപീഡിയ പേജ് വരെ ഉള്ള ഒരാളാണ് പ്രിയ ആർപ്പൈ എന്ന് മനസ്സിലായി. പിന്നെ മറ്റേ കഥയല്ലിത് ജീവിതം എന്നും പറഞ്ഞുകൊണ്ട് ഒരു കരഞ്ഞ് പാടുന്നൊരു പാട്ടുണ്ടല്ലോ, അത് പാടിയത് പ്രേസിച്ച അല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ അറിയാനുണ്ട്. ആൻഡ് അപ്പോൾ നമുക്ക് അങ്ങനെ ആദ്യമായിട്ടാണ് നമ്മൾ 4 പേരെ വെച്ച് ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ദയവായി എക്സ്ക്യൂസസ്. അപ്പോൾ വെൽക്കം ബാക്ക് അഗൈൻ ടു ചാറ്റ് വിത്ത് ഭക്തൻ. ഞങ്ങളിങ്ങനെ ആദ്യമായിട്ടായിരുന്നു സംസാരിക്കുന്നത്. നമ്മളെപ്പോഴും കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ആദ്യമായിട്ട് സംസാരിക്കുന്നത് വളരെ ഫോർമലായിട്ട് സംസാരിക്കുന്നത്. അങ്ങനെ ഫോർമാലിറ്റി ഒന്നും വേണ്ട. സോ വി ആർ വെരി കാഷ്വൽ. സോ ഇറ്റ് ഷുഡ് ബി എ ഫൺ ടോക്ക്. ഓക്കെ, അങ്ങനെ വേറെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ
ലെറ്റ്സ് ഗോ ബാക്ക് ടു യുവർ പാസ്റ്റ്. എങ്ങനെയാണ് പ്രിയാർപ്പൈ ആയത്? പ്രിയാർപ്പൈ ആയത് കുഞ്ഞിലെ തൊട്ടേ പാട്ട് പഠിച്ചിട്ടാണ്. ഏകദേശം ഒരു 3.5-4 പഠിച്ചിട്ടാണ്. ഫാമിലി ആയിട്ട് കലാകാരന്മാരാണോ? അച്ഛൻ മൃദംഗം വായിക്കും. അച്ഛൻ, ഞാൻ ചെറുപ്പത്തിലൊക്കെ അച്ഛൻ പ്രോഗ്രാംസിനൊക്കെ പോകുമായിരുന്നു. അമ്മയ്ക്ക് പാട്ട് ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ താമസിച്ചത്, അതായത് ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ട്രിവാൻഡ്രത്തായിരുന്നു. എൻ്റെ കല്യാണം കഴിയുന്നവരെ ട്രിവാൻഡ്രത്താണ് ഞാൻ ജീവിച്ചത്. അപ്പോൾ ഞങ്ങൾ താമസിച്ച ഒരു അഗ്രഹാരത്തിലാണ്. അഗ്രഹാരം അറിയാമല്ലോ എന്താണെന്ന്. അപ്പോൾ അവിടുത്തെ ഒരു കൾച്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന കാഴ്ച, എല്ലാ വീടിൻ്റെയും മുന്നിൽ സ്ത്രീകൾ വെള്ളം തളിച്ച് കോലമിടുന്നു. പിന്നെ നടുക്കൂടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഭജന പാടി ഇങ്ങനെ പോണു. ഭയങ്കര വൈബാണത് കാണുമ്പോൾ തന്നെ. അപ്പോൾ ആ അഗ്രഹാരത്തിലുള്ള എല്ലാ കുട്ടികളും പാട്ട് പഠിക്കും. പിന്നെ എൻ്റെ അച്ഛന് പണ്ട് തൊട്ടേ ആർട്ടുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എന്നെ പഠിപ്പിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടി നടക്കുന്ന കണ്ടപ്പം എന്തോ മുജ്ജന്മ പുണ്യം കൊണ്ടാവാം ഒരു ടാലൻറ്റ്, അതായത് പാടാനൊരു കഴിവ് വേണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു ഈശ്വരാനുഗ്രഹം വേണമല്ലോ. വേറെ ഒരു കലയെ പോലെ അല്ല, മ്യൂസിക് വോക്കലി അത് ശ്രുതി ചേർത്ത് പാടണം എന്നുണ്ടെങ്കിൽ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ആ ഒരു കഴിവ് കിട്ടി. അപ്പോൾ അച്ഛൻ വിചാരിച്ചു എന്നാൽ പാട്ട് പഠിപ്പിക്കാം എന്ന് വിചാരിച്ച്, അതുപോലെ എല്ലാവരെയും അവിടെ ഒരു മിക്കവാറും എല്ലാ അഗ്രഹാരങ്ങളിലും മ്യൂസിക് ക്ലാസ് എടുക്കുന്ന ഏതെങ്കിലും ടീച്ചേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്നു വള്ളിയമ്മാൾ എന്ന് പറഞ്ഞ് 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരു 80 വയസ്സോളം പ്രായം ഉണ്ടായിരുന്നു അന്ന് അമ്മാമിക്ക്. അമ്മാമിയുടെ അടുത്താണ് ആദ്യമായിട്ട് ക്ലാസിക്കൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അവിടെ തുടങ്ങിയതാണ്, ഇപ്പം ഇവിടെ എത്തി. ഓക്കെ, അപ്പോൾ ക്ലാസിക്കലാണ് പഠിച്ചത് അല്ലേ? അപ്പം നമുക്ക് ആദ്യം എന്തായാലും പോഡ്കാസ്റ്റ് അല്ലേ, പാട്ടല്ലേ, അപ്പോൾ നമുക്ക് ചെറിയൊരു പാട്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ പാട്ട് പാടും, ഇടയ്ക്കിടയ്ക്ക് സംസാരത്തിനിടയ്ക്ക് സംസാരം ബ്രേക്ക് ചെയ്ത് നമ്മൾ പോഡ്കാസ്റ്റ് പാട്ട് കാസ്റ്റ് ആയിട്ട് മാറ്റും നമ്മൾ. യെസ്, സോങ് കാസ്റ്റ്. അങ്ങനെ സംഭവില്ലല്ലോ അല്ലേ? അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ല. എവറിത്തിങ് ഈസ് പോഡ്കാസ്റ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും എന്തെങ്കിലും ഒരു ചെറുത് ക്ലാസിക്കൽ തന്നെ പാടാം. പക്ഷേ യൂഷ്വലി എല്ലാവർക്കും അറിയുന്ന കോമ്പസിഷൻസ് അതാണിപ്പം. അതായത് ഇപ്പം നമ്മൾ കച്ചേരിക്ക് പോകുമ്പോൾ തന്നെ ഒരു അത് ഓഡിയൻസ് എങ്ങനെയാണ് ഇഷ്ടം എന്ന് നോക്കിയിട്ടാണല്ലോ നമ്മൾ പാടുന്നത്. ഇതിപ്പോൾ എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാരും സുജിത്തിൻ്റെ വ്യൂവേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ക്ലാസിക്കൽ കോമ്പസിഷൻ തന്നെയാണ് പാടാം. സാധുകരിത മൃദശന സരോഷ ഭീത മാതൃവീക്ഷിത സാധുകരിത മൃദശന സരോഷ ഭീത മാതൃവീക്ഷിത ഭൂധര ജലനിധി മുഖ ബഹുവിധ ഭുവന ജാല ലളിത മുഖാംബുജ ഭൂധര ജലനിധി മുഖ ബഹുവിധ ഭുവന ജാല ലളിത മുഖാംബുജ താനാതരിതാം തരിയുദരിത ദിത്തിലാന തിലനാതന തരി ദിത്താം കിടതക ജം ജം ദിത്താം കിടതക ജം ജം ദിത്താം കിടതക ജം ജം ഗോപാലക പാഹി മാം അനിശം തവ പദരതമയേ ഗോപാലക പാഹി മാം അനിശം പദരതമയേ ഗോപാലക പാഹി മാം അനിശം രതമയേ ഗോപാലക പാഹി മാം അനിശം അനിശം അനിശം. ഇതെങ്ങനെയാണ് ഒരുമിച്ച് ഒരേപോലെ പാടുന്നത്? പക്ഷെ ലാസ്റ്റ് തെറ്റിയില്ലേ? അതിങ്ങനെ ഇങ്ങനെയും സംഭവിക്കാം. അല്ല, ഇത് ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഈ ഡാൻസ് കളിക്കുന്ന ആൾക്കാർ ഒരേപോലെ ഡാൻസ് കളിക്കുന്നു, പ്രാക്ടീസ് ആയിരിക്കാം. പാട്ട് പാടുന്ന ആൾക്കാർ ഒരേപോലെ പാട്ട് പാടുന്നു. പക്ഷെ പാട്ട് പാടുമ്പോൾ പോലും അതിനകത്ത് ചിലപ്പം ഇടയ്ക്ക് ചില ഇംപ്രവൈസേഷൻസ് വരും, ഇല്ലേ? ചില എന്തെങ്കിലും ചേഞ്ചസ് വരും. ഒരാൾ പാടിക്കൊടുത്ത് രണ്ടാമതൊരാൾ പാടുമ്പോഴത്തേക്കിനും ഓക്കെ അതേപോലെ പാടാൻ. ഇത് ഒരേപോലെ പാടുമ്പോൾ എങ്ങനെയാണിത്? അത് നല്ലൊരു ചോദ്യമാണ് സുജിത്ത് ചോദിച്ചത്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ വേറെ ഫിലിം സോങ്, ഗ്രൂപ്പ് സോങ്, ഇങ്ങനത്തെ എന്ത് സംഭവം ഒന്നിച്ച് പാടുമ്പം ഒരുപോലെ ആക്കാം. ബട്ട് കർണാട്ടിക് കോമ്പസിഷൻസ്
നല്ല ബുദ്ധിമുട്ടാണ്. കാരണം കർണാട്ടിക് മ്യൂസിക് എന്ന് പറയുന്ന സംഭവം നിലനിൽക്കുന്നത് തന്നെ ഇംപ്രൂവൈസേഷനിലാണ്. അതെ. അപ്പം ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പൊ ഈ കോമ്പസിഷൻ പാടിയെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ലായിരിക്കും ഈ സംഗതീസ് ഓരോ തവണ പാടുന്നത്. അവൾ പാടുന്നത് വേറെ ആയിരിക്കും, ഇയാൾ വേറെ ആയിരിക്കും പാടുന്നത്. ബട്ട് നമ്മൾ 3 പേരും ഒന്നിച്ച് പാടാമെന്ന് തീരുമാനിച്ചപ്പോൾ പിന്നെ നമ്മൾ ഡിസൈഡ് ചെയ്തു എല്ലാ സംഗതീസും പെർഫെക്റ്റ് ആക്കണം, ഒരുപോലെ ആക്കണം എന്ന് ഡിസൈഡ് ചെയ്ത് കുത്തിയിരുന്ന് പ്രാക്ടീസ് ചെയ്ത് ഏതെല്ലാം സംഗതീസ് എത്ര തവണ എവിടെ വേണം. നമ്മൾ ആക്ച്വലി ഇന്നലെ പ്രാക്ടീസ് ചെയ്തപ്പം ലാസ്റ്റ് ശ്രേയ ആയിരുന്നു, അവരത് പാടിയത് ഞാനാണ് കേട്ടോ, സോറി തെറ്റിച്ചത്. ഇതാണ് സംഭവിക്കുന്നത്. അതിപ്പം തെറ്റെന്നല്ല പറയുന്നത്, അങ്ങനെയും പാടാം. ഈ ക്ലാസിക്കലിൽ അങ്ങനെയാണല്ലോ, രാഗം മാറാതെ എന്ത് വേണേലും നമുക്ക് ആ കോമ്പസിഷനിൽ രാഗമാണ് ബേസ്. കർണാട്ടിക് മ്യൂസിക്കിൽ രാഗമാണ് അത്. എനി ഫോം ഓഫ് ക്ലാസിക്കൽ ആർട്ട് ഫോം, അതിൽ രാഗമാണ് ബേസ്. ആ രാഗത്തിൽ നിന്ന് മാറാതെ എന്ത് വേണേലും നമുക്ക് ചെയ്യാം. താളവും തെറ്റാണ്ട് രാഗവും തെറ്റാണ്ട് ഇപ്പോൾ ഒരു വരിയിൽ തന്നെ അതിനെയാണ് നിരവൽ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഇംപ്രൂവൈസേഷൻ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഒന്നിച്ച് പാടുമ്പം അത് നടക്കില്ല, ഒരേപോലെ ചെയ്യണം. അപ്പോൾ ഇംപ്രൂവൈസേഷൻ എവിടെയാണ് കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഇൻഡിവിജ്വലായിട്ട് രാഗം പാടും, സ്വരങ്ങൾ പാടും. സ്വരങ്ങളൊക്കെ അതിനിടയിൽ സ്വരങ്ങൾ പാടുമ്പം ഞാനൊരു സ്വരം പാടും, നെക്സ്റ്റ് അവൾ പാടും, പിന്നെ ഈ ശ്രേയ പാടും, അങ്ങനെ പോകും. കച്ചേരിയിൽ അവിടെയാണ് ഇംപ്രൂവൈസേഷൻ വരുന്നത്. ബാക്കിയെല്ലാം പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ചെയ്ത് പോകുന്നതാണ്. പ്രാക്ടീസാണ് മെയിൻ സംഭവം അല്ലേ? നല്ലോണം പ്രാക്ടീസ് വേണം. ഓക്കെ. അപ്പോൾ അങ്ങനെ പാട്ടൊക്കെ പഠിച്ചു, ലൈക്ക് പിന്നീട് അതിങ്ങനെ ചെറുപ്പം മുതലേ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമായിരുന്നോ അതോ എങ്ങനെയായിരുന്നു? ചെറുപ്പം മുതലേ കോമ്പറ്റീഷൻസിന് ധാരാളം കൊണ്ടുപോകായിരുന്നു അച്ഛൻ. ഒരു ഞായറാഴ്ച പോലും വീട്ടിൽ അച്ഛൻ വെറുതെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. മിക്കവാറും സാറ്റർഡേയ്സ് ന്യൂസ് പേപ്പറിൽ, സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ രാവിലത്തെ ന്യൂസ് പേപ്പറിൽ ഇന്ന സ്ഥലത്ത് കലാകായിക മത്സരങ്ങൾ എന്ന് കണ്ടാൽ, അന്നത്തെ കാലത്ത് എന്താ ഗൂഗിളും ഇല്ല, ഒന്നുമില്ല, മറ്റേ ഗൂഗിൾ മാപ്പൊന്നും നോക്കി പോകാൻ പറ്റില്ല. ജസ്റ്റ് ഇന്ന സ്കൂളിൽ ഇന്ന സ്ഥലത്ത്, ഇപ്പം എവിടെയാണ്, കിളിമാനൂരിലെ ഗവൺമെൻറ് സ്കൂളിൽ കലാകായിക മത്സരങ്ങൾ എന്ന് കണ്ടാൽ കിളിമാനൂരിൽ പോകും, സ്കൂട്ടറിൽ ഇരുത്തിയിട്ട് എന്നെയും കൊണ്ട് പോകും. കോമ്പറ്റീഷൻ ഇതുപോലെ വേറെ ഒരുപാട് കുട്ടികൾ വരും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഇരിക്കും. കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ പ്രൈസ് കിട്ടും, കിട്ടാതിരിക്കും. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു ഗുണം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരുപാട് കോണ്ടാക്ട്സ് അവിടെ കോമ്പറ്റീഷന് വരുന്ന ആൾക്കാരുമായിട്ട് പരിചയപ്പെടാൻ പറ്റി. അതേ ഉള്ളൂ ഒരു നമുക്കൊരു മുന്നോട്ട് വരാനുള്ള ഒരു ഇതെന്ന് പറയുന്നത് അതേ ഉള്ളൂ. ഇപ്പോഴത്തെ പോലെ സോഷ്യൽ മീഡിയാസ് ഒന്നുമില്ല. കോമ്പറ്റീഷൻസിന് പോവുക, പ്രൈസ് കിട്ടുക, ചിലപ്പോൾ നല്ല കോമ്പറ്റീഷനൊക്കെ ആണെങ്കിൽ ന്യൂസ് പേപ്പറിൽ ഫോട്ടോ വരും, ഇതൊക്കെയായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനൊക്കെ പോയി ശീലമുള്ളത് കൊണ്ടാവാം കുറച്ച് നേരത്തെ തന്നെ സ്റ്റേജ് ഫിയറൊക്കെ മാറി കച്ചേരിയൊക്കെ ചെയ്യാൻ തുടങ്ങി. ഏകദേശം എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ്സിൽ വെച്ച് കച്ചേരി ഞാൻ ചെയ്യാൻ തുടങ്ങിയതാണ്. ഓക്കെ. അപ്പോൾ അച്ഛൻ ഉണ്ടാവോ കച്ചേരിയുടെ ഭാഗമായിട്ട്? അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ച് വലുതാക്കാനുള്ള ഒരു തത്രപ്പാടിനിടയിൽ അച്ഛൻ്റെ മൃദംഗം വായന ആ സമയത്ത് എവിടെ വെച്ചോ നിന്നുപോയി. അപ്പോൾ ആ സമയത്ത് അച്ഛൻ എല്ലാ സ്ഥലത്തും കൂടെ കൊണ്ടുപോകും. പക്ഷെ അച്ഛൻ വായിക്കാറില്ലായിരുന്നു. അച്ഛൻ ഇപ്പോൾ വീണ്ടും പതുക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വായിക്കാൻ. അപ്പം അച്ഛൻ എല്ലാ സ്ഥലത്തും കൂടെ വരുമായിരുന്നു. അച്ഛനാണ് അപ്പോൾ ഇൻസ്പിറേഷൻ? അച്ഛനും അമ്മയും ഒരു രക്ഷയില്ല കേട്ടോ. അവർ രണ്ടുപേരും സത്യം പറഞ്ഞാൽ ഞാൻ ഇവരോട് പറയാറുണ്ട്, ഇപ്പം ഞാനിപ്പം വീഡിയോ എടുക്കും, ഇവരുടെ കൂടെ ഷൂട്ടിന് പോവും, ചില സ്ഥലങ്ങളിൽ കോമ്പറ്റീഷൻസിന് പോയിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ എൻ്റെ അച്ഛൻ കാണിച്ച അത്ര ക്ഷമയൊന്നും ഇപ്പം രാവിലെ ഒരു ഇല്ല. അതിപ്പോഴത്തെ കാലത്തിൻ്റെ ഒരിതാണ്, ക്ഷമയില്ല, ആർക്കും ക്ഷമയില്ല. അത് അറിയാമല്ലോ, പണ്ട് ഒരാളുടെ അടുത്തുനിന്ന് ഒരു റിപ്ലൈ വരണമെങ്കിൽ ലെറ്റർ അയച്ച് കാത്തിരുന്ന് ലെറ്റർ വരുമ്പോഴേ, ഇതിപ്പോൾ അങ്ങനല്ല, വിത്തിൻ സെക്കൻഡ്സ് ആണെല്ലാം. അപ്പം തന്നെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ക്ഷമയില്ല. അതന്നെ നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, അവരുടെ ഒന്നും ഡെഡിക്കേഷനൊന്നും ഇപ്പം നമുക്കില്ല എന്നുള്ളത്. നിങ്ങളുടെ കാലത്ത് ദൂരദർശനും ആകാശവാണിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, പോയിട്ടുണ്ടോ? ഒയ്യോ, ഒരുപാട്. സത്യം പറഞ്ഞാൽ ദൂരദർശനിലെ പ്രോഗ്രാംസ് ചെയ്തത് കാരണമാണെന്ന് തോന്നുന്നു. അവിടെ ഇപ്പോഴത്തെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലുള്ള അത്രയൊന്നും ഫെസിലിറ്റീസൊന്നും, മോണിറ്റർ ഇല്ല, റിവേർബില്ല. ഇപ്പം സ്റ്റുഡിയോയിൽ പോയാൽ നമ്മുടെ ശബ്ദം നന്നായിട്ട് കേൾക്കണമെങ്കിൽ നമ്മൾ റെക്കോർഡിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ ശ്രീകാന്തിനോട് പറയും റിവേർബ് കൂട്ടിയിടും, അല്ലെങ്കിൽ എക്കോ കൂട്ടിയിടും. ഇതൊന്നുമില്ല. നമ്മളിപ്പോൾ ഇരുന്ന് വെറുതെ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നില്ലേ, അതേപോലെ ഡ്രൈ ആയിട്ടായിരിക്കും
അവിടെ ഷൂട്ടെല്ലാം. അത് ഇതിനകത്ത് പെർഫെക്ഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിനകത്ത് ഇപ്പം പോഡ്കാസ്റ്റ് ചെയ്യുന്നവർ തന്നെ ഹെഡ്സെറ്റ് വെച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് നമ്മൾ സംസാരിക്കുന്ന ശബ്ദം നമുക്ക് തന്നെ കേൾക്കുകയും നമുക്ക് അതിന്റെ ആ ഒരു ടോൺ അഡ്ജസ്റ്റ് ചെയ്യുകയും നമുക്ക് മോഡ് മാറ്റുകയും സംഭവങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യാം. പിന്നെ ഞാനത് വെക്കുന്നില്ലെന്നേ ഉള്ളൂ. അല്ല, അതിന്റെ ആവശ്യമില്ല. അതാ ഞാൻ പറഞ്ഞു വന്നത്. അതാ ദൂരദർശന്റെ ഒരു ഗുണം അതായിരുന്നു. അതുകൊണ്ട് എന്തായി, നമ്മുടെ ഡ്രൈ ശബ്ദത്തില് നമ്മൾ പാടാൻ പഠിച്ചു. അങ്ങനെയാണ് ഓൾ ഇന്ത്യ റേഡിയോയിലും അങ്ങനെ തന്നെയായിരുന്നു. ഫുൾ ഡ്രൈ ആയിട്ടേ കേൾക്കുള്ളൂ, മോണിറ്ററൊന്നും ഇല്ല. നമ്മുടെ ശബ്ദം എന്താണോ അത് തന്നെയായിരിക്കും കേൾക്കുന്നത്. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ദൂരദർശനിലെ എല്ലാ പ്രോഗ്രാംസിനും അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു പണ്ട്. എല്ലാ മ്യൂസിക് പ്രോഗ്രാംസ് ആവട്ടെ എനിക്ക് തോന്നുന്നു അതൊക്കെ കണ്ടുകൊണ്ടായിരിക്കാം ഇത്രയും ഇതിലേക്കൊരു, ഇപ്പം സോഷ്യൽ മീഡിയാസ് ഉണ്ടെങ്കിൽ പോലും സ്റ്റാൻഡേർഡ് ഉള്ളത് എന്തുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. ബട്ട് അന്ന് എല്ലാ സൺഡേയും രാവിലെ 11 മണിക്ക് സ്പിരിറ്റ് ഓഫ് യൂണിറ്റി കോൺസേർട്ട് എന്ന് പറഞ്ഞിട്ട് പുട്ടപ്പർത്തിയിൽ നടക്കുന്ന പ്രോഗ്രാംസിൻ്റെ ഒരു ഹാഫ് ആൻ അവർ ഇത് ഉണ്ടായിരുന്നു. അതിൻ്റെ ടൈറ്റിൽ സോങ് AR റഹ്മാനൊക്കെയാണ് ചെയ്തത്. ഇപ്പോഴും അതിൻ്റെ മ്യൂസിക് എൻ്റെ മനസ്സിലിങ്ങനെ. അപ്പോൾ അത് കാണാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യും. എല്ലാ സൺഡേയും രാവിലെ 11 മണിക്ക്. അപ്പോൾ അത് നല്ല നല്ല കച്ചേരികൾ, ബോംബെ ജയശ്രീ, സുധാ രഘുനാഥൻ, അവരുടെയൊക്കെ കച്ചേരികൾ ഉണ്ടായിരുന്നു അന്ന്. അപ്പം അത് കാണാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു ദൂരദർശനിൽ. അതൊക്കെ ഒരു കാലം. ആ സമയത്ത് ദൂരദർശനിലൊക്കെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോകുമ്പോൾ പേയ്മെന്റ് ഒക്കെ കിട്ടുമോ? അന്നും ഇന്നും ദൂരദർശനിൽ ഒരു മിനിമം ലെവൽ ഓഫ് പേയ്മെന്റ് ഉണ്ട്. ഇപ്പോഴും പോകാറുണ്ടോ ഓൾ ഇന്ത്യ റേഡിയോയിൽ? ഇപ്പം കുറവാണ്. ഓൾ ഇന്ത്യ റേഡിയോയിലും അതെ, ദൂരദർശനിലും ഒരു അവരുടെ ഒരു സ്റ്റാൻഡേർഡ് ലെവൽ. അവർ വിളിച്ചു കഴിഞ്ഞാൽ അവർ പേയ്മെന്റ്, ഒരു മിനിമം പേയ്മെന്റ് അവർ തരും. ഒരു ട്രാവൽ അലവൻസ് ആണെങ്കിലും മിനിമം തന്നിരിക്കും അവർ. അങ്ങനെയാണ് അവരുടെ രീതി. ഞാനും പോയിട്ടുണ്ടോ 2 തവണ. അതേപോലെ ഞാൻ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു കർണാട്ടിക് മ്യൂസിക്കിന് വേണ്ടി മാത്രമായിട്ട് ഒരു FM റേഡിയോ ഉണ്ടായിരുന്നു. ഓൾ ഇന്ത്യ മ്യൂസിക്കിന്റെ റേഡിയോ ഉണ്ട്. അതെ അതെ, ഇവിടെ ഉണ്ടോ? അത് ഉണ്ടല്ലോ, FM മ്യൂസിക്കിന് വേണ്ടി മാത്രം ഉണ്ടല്ലേ? പിന്നെ ശരി, ഓക്കെ. പിന്നെ എന്താണ് സിനിമ, അങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ? സിനിമ എന്ന് പറയുന്നത് പണ്ട് പാടിയിട്ടുണ്ട്. നല്ലൊരു പാട്ടുമായിരുന്നു. ഞാനും മധു ബാലകൃഷ്ണനും കൂടെ 5-ൽ ഒരാൾ അർജുനൻ എന്ന് പറഞ്ഞ സിനിമയിൽ സുഹൃതം സുധാമയം എന്ന് പറഞ്ഞൊരു നല്ലൊരു പാട്ട് പാടിയിട്ടുണ്ട്. മോഹൻ സിതാര സാറായിരുന്നു. പിന്നെ എനിക്ക് അത്രയ്ക്ക് ഓർമ്മയില്ല. ശ്രീരാഗത്തിലാണ് അതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എന്താന്ന് വെച്ചാൽ സിനിമയിൽ ഞാൻ അങ്ങനെ ഫോക്കസ് ചെയ്തിട്ടേ ഇല്ല. കാരണം പണ്ട് തൊട്ടേ എൻ്റെ ഒരു ശബ്ദം എന്ന് പറയുന്നത് ഒരു ബേസ് റേഞ്ച് ശബ്ദമാണെന്നുള്ളത് എനിക്കും അറിയാം, മറ്റുള്ളവരും പറഞ്ഞ ഇന്നെ അങ്ങനെ ആ സിനിമയ്ക്കൊന്നും പണ്ടത്തെ ഇപ്പോഴല്ല കേട്ടോ, ഇപ്പോഴാണെങ്കിൽ പിന്നെയും. കാരണം AR റഹ്മാൻ വന്നതോടുകൂടി ഏത് ടൈപ്പ് ശബ്ദത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻസ് കൊണ്ടുവന്നു. ഫോർ എക്സാമ്പിൾ, പണ്ട് മെയിൽ വോയിസ് യേശുദാസ് സാറ് മാത്രമായിരുന്നു. നേരെ മറിച്ച് ഇപ്പോൾ കണ്ടോ, സിദ് ശ്രീറാം ഒരു സ്ക്രാച്ചുള്ള വോയിസാണ്. സ്ക്രാച്ച് എന്നൊക്കെ പറയുന്നത് നമ്മൾ പണ്ട് റെക്കോർഡിങ്ങിന് എന്തെങ്കിലും പാടുമ്പോൾ അയ്യോ സ്ക്രാച്ച് മാറ്റൂ, അങ്ങനെ പറ്റില്ല. പക്ഷേ സിദ് ശ്രീറാമിൻ്റെ വോയിസിൻ്റെ പ്രത്യേകത തന്നെ ആ സ്ക്രാച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒത്തിരി ഡിഫറെന്റ് വോയിസ് ഉള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പൊ മറ്റേ പുതിയ മമ്മൂട്ടിയുടെ കണങ്കാവലിലെ പാട്ട് കണ്ടില്ലേ? ആ പാട്ട് പാടിയത് ഒരു ഡിഫറെന്റ് വോയിസ് അല്ലേ? അതേപോലെ വൈക്കം വിജയലക്ഷ്മി, ഷീ ഗോട്ട് എ ഡിഫറെന്റ് വോയിസ്. അങ്ങനെ പിന്നെ ദിലീമ എന്ന് പറഞ്ഞൊരു ഡെലീമയുടെ ശബ്ദം അതൊരു ഡിഫറെന്റ് വോയിസ് ആണ്. അതൊരു ഡിഫറെന്റ് വോയിസ് ആണ്. അപ്പൊ അങ്ങനെ ഒത്തിരി ഡിഫറെന്റ് വോയിസ് ഉള്ള ആളുകൾ ധാരാളം ഉണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ഫോക്കസ്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഞാൻ പറയുകയാണെങ്കിൽ ഫിലിമിൽ പാടുന്നത് അത്ര വലിയ, അതിനേക്കാളും കൂടുതൽ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ പാടുന്നവരെ അറിയും. ഇപ്പം അഭിഷേക് ABV എന്ന് പറഞ്ഞ സിംഗർ തന്നെ കാന്താരയിൽ പാടുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർക്ക് ABV അറിയില്ലേ? ഇപ്പൊ പലരും സോഷ്യൽ മീഡിയയിൽ പോപ്പുലർ ആയിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. ഇപ്പൊ യൂട്യൂബിൽ നമുക്ക് കാണാം, ഹനാൻ ഷാ എന്ന് പറഞ്ഞിട്ടൊരു ഫാമിലി ഉണ്ട്, കണ്ടിട്ടുണ്ടോ അറിയില്ല? അവരുടെ പാട്ട് അവര് ഭയങ്കര ഫാൻ ബേസ് ഉള്ളൊരു ഫാമിലിയാണ് അവർ മൊത്തത്തില്. അപ്പോൾ ഇവരുടെ പാട്ടിന് പാട്ട് പാടാൻ പോകുന്ന സ്ഥലത്തൊക്കെ ഇവർ നല്ല ക്രൗഡ് പുള്ളേഴ്സുമാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ സാധാരണ കുറേ ആളുകൾക്ക് ഭയങ്കര കുരുവട്ടലാണ്. കാരണം ഇവരാരാ? ഇപ്പോഴും ചെന്നാലും സോഷ്യൽ മീഡിയയിൽ വളർന്നു വരുന്ന ആൾക്കാരോട് പുച്ഛമുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇവരാരാ? അവൻ്റെയൊക്കെ വിചാരം കണ്ടില്ലേ, ഇവരാരെ MG ശ്രീകുമാറാണെന്നാ വിചാരം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള കമന്റുകളൊക്കെ ഇടുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എന്നിട്ട് ഇവരെനിക്ക് തോന്നുന്നു ഇപ്പൊ സിനിമയിലൊക്കെ പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സിനിമയിൽ പാടിയിട്ടുണ്ട്. എന്നിട്ട് ആ സിനിമയിൽ ആ പാട്ട് അവർ അവോയ്ഡ് ചെയ്തോ
പിന്നീട് ഇടുകയോ അതൊക്കെ ശരിക്കും അത് തന്നെ മണ്ടത്തരമാണ് കാണിച്ചത്. ആ സിനിമ ശരിക്കും ആ പാട്ട് വെച്ച് മാർക്കറ്റ് ചെയ്യേണ്ടതായിരുന്നു ആ പാട്ട്. പക്ഷെ അത് കാണിക്കാതെ പിന്നീട് ആ പാട്ട് ഹിറ്റ് ആവുകയും ചെയ്തു. അപ്പൊ അതൊക്കെ ശരിക്കും സോഷ്യൽ മീഡിയ സ്റ്റാർസിന്റെ സക്സസ് ആണ്. അത് അംഗീകരിക്കാത്ത പല ആൾക്കാരും ഇപ്പോഴും ഉണ്ട്. അത് എല്ലാ സമയത്തും കേൾക്കുന്ന ഒരു കാര്യമാണിത്. ഇപ്പം ഞാൻ തന്നെ ഒരു കർണാട്ടിക് സിംഗറാണ്. ഇപ്പോൾ കർണാട്ടിക് സിംഗേഴ്സ് എത്ര പേര് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ആക്റ്റീവ് ആണെന്ന് ചോദിച്ചാൽ റീസെൻ്റ്ലി ആണ് വരാൻ തുടങ്ങിയത്. ഞാൻ പറയുകയാണെങ്കിൽ ഉണ്ട്. അതിന് കുറ്റം പറയുന്നവരുണ്ടായിരുന്നു. അതിന് കുറ്റം ഇതിലൊന്നും എന്ത് ഷോ, നമ്മൾ മാന്യമായിട്ട് വേഷം ധരിച്ച് നമുക്കറിയുന്ന അതും ഈ കർണാട്ടിക് മ്യൂസിക് എന്ന് വെച്ചാൽ എല്ലാം ഈശ്വരനെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുകളാണ്. അത് പാടുന്നതിന് പോലും എന്നും ഇതിൽ വന്നു, എന്നും ഇതിൽ പറ്റുന്നതുകൊണ്ടല്ലേ സുജിത്തിന് തന്നെ അറിയാം ഈ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ എത്രമാത്രം ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ പിന്നിൽ. ഒരു മിനിറ്റ് വീഡിയോ എടുക്കുന്നതിൻ്റെ പിന്നിൽ ബുദ്ധിമുട്ടില്ലേ? ആ ബുദ്ധിമുട്ടിന് പോലും ഒരു വാല്യൂ തരണ്ട, കുറ്റം പറയാതിരുന്നാൽ മതിയല്ലോ. അപ്പം ഒരുപാട് പേര് പറയാറുണ്ടായിരുന്നു ഇവരെന്തിനാ ഇടുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പം 4 ആൾ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലാറ്റ്ഫോം വേണ്ട. നമ്മൾ വേറെ ഓരോരിടത്ത് അവസരങ്ങൾ ചോദിക്കുകയോ അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്. നമുക്കറിയുന്ന സാധനം നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അങ്ങോട്ട് ഇടും. അതിനെന്താ ഇത്ര വലിയ തെറ്റ്? അതറിഞ്ഞ് എത്ര പ്രോഗ്രാംസും എത്ര കോണ്ടാക്ട്സുമാണ് ഇതുവഴി വന്നതെന്നറിയാമോ? അപ്പം അതിൽ പ്രശ്നങ്ങളുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാനത് വകവയ്ക്കില്ല, ഞാനതിടും. എൻ്റെ മനസ്സാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന വീഡിയോസും എന്ത് കാര്യങ്ങളാണെങ്കിലും, ഇപ്പോൾ ബ്ലോഗ് പോലും സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമാണ് ബ്ലോഗ്. എസ്പെഷ്യലി എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇടാൻ, അത് ഞാൻ സത്യം പറഞ്ഞാൽ അതിനൊക്കെ സുജിത്തിനോട് വലിയൊരു നന്ദിയുണ്ട്. പോകുന്നത് എസ്പെഷ്യലി ട്രാവലിംഗ്. എനിക്ക് എപ്പോഴും ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോടും പറയാറുള്ളത്, ഇപ്പം ഒരു 1300ഓളം സ്റ്റുഡൻസിനെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അവരോട് പറയുന്ന ഒരൊറ്റ കാര്യമാണ്, നമ്മുടെ ലൈഫിൽ അക്കാഡമിക്സിൽ നിങ്ങൾ എന്ത് വേണേലും ആയിക്കോളൂ, കുഴപ്പമില്ല. ബട്ട് എത്ര നിങ്ങൾ ഏൺ ചെയ്താലും എന്ത് ചെയ്താലും നമ്മുടെ മൈൻഡിലേക്ക് സന്തോഷം കൊണ്ടുവരുന്നത് ഒന്ന് യാത്രകൾ, പിന്നെ മ്യൂസിക്. ഞാൻ മ്യൂസീഷ്യൻ ആയതുകൊണ്ട് പറയല്ല, ഭയങ്കര പവറാണ് മ്യൂസിക്കിന്. അറിയാലോ, നന്ദഗോവിന്ദത്തിന്റെ കാര്യം തന്നെ അറിയാലോ. ഭയങ്കര അതാണ് ഞാൻ ഇന്നലെ എൻ്റെ സ്റ്റുഡൻറ്റ് വിളിച്ചപ്പോൾ പറഞ്ഞ അതാണ്. മ്യൂസിക് യാത്രകളിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം എവിടെ പോയാലും ഉണ്ടല്ലോ, ഇത്രയും വർഷം പഠിച്ചുകൊണ്ടായിരിക്കാം. ഇപ്പം 3.5 വയസ്സ് തൊട്ട് ഞാൻ ഇത് തന്നെയാണ് പഠിക്കുന്നത്. അപ്പം എത്ര കോമ്പസിഷൻസ് പഠിച്ചിട്ടുണ്ടെന്ന് പോലും എനിക്കറിയില്ല. അത്രമാത്രം കർണാട്ടിക് കോമ്പസിഷൻസ് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെ പോയാലും ഏത് സ്ഥലത്തെത്തിയാലും ഞാൻ പഠിച്ച ഏതെങ്കിലും കോമ്പസിഷനുമായിട്ട് ബന്ധമുള്ള സ്ഥലമായിരിക്കും അത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഗുണം. ഇപ്പം ചിത്തോഡ്ഗഡിൽ പോയി, അവിടെ ചിത്തോഡ്ഗഡ് ഫോർട്ടിൽ റാണി പത്മിനി ജൗഹർ ചെയ്ത സ്ഥലം പോയി കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാലസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പം നേരെ പോയി കയറുന്നത് മീരാഭായിയുടെ ടെമ്പിളിലാണ്. മീരാഭായിയുടെ കോമ്പസിഷൻസ് എത്രയോ നമ്മൾ പാടാറുണ്ട്. അതേപോലെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയ എല്ലാ ടെമ്പിൾസിലും ഓരോ വിഗ്രഹത്തിനെയും കുറിച്ചുള്ള കോമ്പസിഷൻസ് ആണ് 18-ാം നൂറ്റാണ്ടിലും 16-ാം നൂറ്റാണ്ടിലും ഒക്കെ നമ്മുടെ ത്യാഗരാജസ്വാമികളും മുത്തുസ്വാമി ദീക്ഷിതരും ഒക്കെ എഴുതിയത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോഴും എൻ്റെ പിള്ളേരോട് പറയുന്നതും അതാണ്, നമ്മളെ ഹാപ്പി ആയിട്ട് നമുക്കിനി കുറച്ച് നേരം പിള്ളേരുടെ അടുത്ത് പോയിട്ട് വരാം. ശ്രദ്ധ ഇപ്പൊ റീസെന്റ് കല്യാണം കഴിച്ചപ്പോഴത്തേക്കിനും ഇപ്പൊ അമ്മയുടെ അടുത്ത് ഇച്ചിരി മാറിയല്ലേ? അങ്ങനെയില്ല, മ്യൂസിക്കിന് വേണ്ടിയാണ് ഒരുമിക്കുന്നത്. അത് ഞാൻ 2 പേരോടും പറയാറുണ്ട്. വേറെ ഒന്നിനും അല്ലെങ്കിൽ മ്യൂസിക്കാണ് നമ്മളെ ഇങ്ങനെ 3 പേരെ ഒന്നിച്ചിങ്ങനെ നിർത്തുന്നത്. അതിനു വേണ്ടിയെങ്കിലും നിങ്ങൾ വരണം എന്ന് പറയാറുണ്ട്. ശ്രദ്ധ എന്താ ശരിക്കും പഠിച്ചത്? ഞാൻ BCom കഴിഞ്ഞു, MBA ചെയ്തിട്ടുണ്ട്. ചെയ്തു. മ്യൂസിക് ആണ്. ഇവരെ 2 പേരെയും ചെറുപ്പം പോലെ പാട്ട് പഠിപ്പിച്ചോ, അതോ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ, അതോ പഠിപ്പിച്ചാണോ? അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇവരിത് തന്നെയല്ലേ കാണുന്നത്. ശ്രേയ എൻ്റെ വയറ്റിലായിരുന്ന സമയത്താണ് എൻ്റെ ഫസ്റ്റ് ആൽബം അല്ലേ, ശ്ലോകമാലിക എന്ന് പറഞ്ഞ ആൽബത്തിൻ്റെ റെക്കോർഡിങ് ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് 2 CDs നെടുമുടി വേണു സാറൊക്കെ വന്നിട്ടായിരുന്നു അതിൻ്റെ റിലീസിങ്. നല്ല ഒരു ഫ്യൂഷൻ ആൽബം ആയിരുന്നു.
അപ്പോൾ അതൊക്കെ കേട്ട് തന്നെയാണ് ഇവർ വളർന്നതും. സത്യം പറഞ്ഞാൽ ഇവർ കാരണം നടന്ന വലിയൊരു സംഭവം എന്ന് വെച്ചാൽ വിഷ്ണു സഹസ്രനാമം. അതിനും ഈ പറഞ്ഞ പോലെ ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. വിഷ്ണു സഹസ്രനാമം അത് സംസ്കൃതത്തിലാണ്. നമ്മളെപ്പോഴും ജപിക്കുന്ന ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം, അങ്ങനെയാണ് ശരിക്കും എല്ലാവരും അത് ചൊല്ലുന്നത്. ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് 8 രാഗങ്ങളാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് വിത്ത് റിതം ഫ്യൂഷൻ ആക്കിയിട്ട് ആൽബം ചെയ്തു. CD, അന്നത്തെ കാലത്ത് CD. അത് ഓൾമോസ്റ്റ് നല്ല സെയിലുണ്ടായിരുന്നു. ഒത്തിരി പേര് വാങ്ങി. അതിന് നല്ല പോസിറ്റീവായിട്ടുള്ള റിവ്യൂ ഒക്കെ ആയിരുന്നു. പക്ഷെ കുറച്ച് പേര് മാത്രം ഈ പറഞ്ഞ പോലെ അയ്യോ വിഷ്ണു സഹസ്രനാമം ട്യൂണിൽ ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എന്താന്ന് വെച്ചാൽ ഗായത്രി മന്ത്രം പോലും അങ്ങനെ പാടാൻ പാടില്ല. എക്സാക്ട്ലി, അതെ. ഞാൻ പറയുകയാണെങ്കിൽ അർത്ഥം മാറാത്തത് എന്തും നമുക്ക് ട്യൂണിൽ ചെയ്യാം. അത് വീട്ടിൽ പ്ലേ ചെയ്യുമ്പം ഇവർ ചെറുപ്പത്തിൽ കുഞ്ഞിലെ ഇതിങ്ങനെ കേട്ട് ഇവർ രണ്ടുപേരും ഫുൾ കാണാതെ പഠിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്ത് സംഭവവും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ട്യൂണിൽ പഠിപ്പിച്ചാൽ പെട്ടെന്ന് പഠിക്കുമെന്ന്. അതിൻ്റെ ഞാനൊരു 100-150 സ്റ്റുഡൻസിനെ അതേ ട്യൂണിൽ പഠിപ്പിച്ചിട്ട് അവരെ ഗുരുവായൂരിൽ പഠിപ്പിച്ചു. അതിലിവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ മ്യൂസിക്കിൽ കൂടെ തന്നെയാണ്. അപ്പം ഒന്നും നിർബന്ധിച്ചിട്ടല്ല, ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വന്നത്. അമ്മയുടെ കൂടെ നിങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ചുള്ള പെർഫോമൻസും പരിപാടികളും മാത്രമേ ഉള്ളോ, ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇൻഡിവിജ്വലായിട്ടും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഞാൻ ഇൻഡിവിജ്വലായിട്ട് വീഡിയോസ് ഇടാറുണ്ട്, ശ്രേയയുടെ കൂടെ ഇടാറുണ്ട്, 3 പേരായിട്ട് ഇടാറുണ്ട്. അതേപോലെ തന്നെ പ്രോഗ്രാംസും എവിടെയെങ്കിലും ഒന്ന് അമ്പലത്തിൽ ഒന്ന് പെർഫോം ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ ഇൻഡിവിജ്വലായിട്ട് പാടാറുണ്ട്. 3 പേരും കൂടെ ആക്ച്വലി 3 പേരും കൂടെയാണ് ഞങ്ങളൊരു കോൺസേർട്ടായിട്ട് നടത്തുന്നത്. അപ്പോൾ ആരെങ്കിലും സ്പെഷ്യലി റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒറ്റയ്ക്ക് ഇൻഡിവിജ്വലായിട്ടും പാടും. എങ്ങനെയാണ്? ഞാൻ പക്ഷെ പണ്ട് മുതലേ സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും ശ്രദ്ധ കൂടെ തന്നെ ഉണ്ട്, ഒരേ സ്കൂളാണ്. അപ്പോൾ അങ്ങനെ വന്ന് ശ്രദ്ധയുടെ കൂടെ മാത്രമായിരുന്നു പാടിക്കൊണ്ടിരുന്നത്. ശ്രദ്ധ പാസ് ഔട്ട് ആയി കഴിഞ്ഞിട്ടാണ് ഞാനൊന്ന് ഒറ്റയ്ക്കൊക്കെ പാടാൻ തുടങ്ങിയത്. പിന്നെ കർണാട്ടിക് പാടുമ്പോൾ എപ്പോഴും നമ്മൾ ഒരുമിച്ച് തന്നെയാണ്. അതാണ് ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടൈം കർണാട്ടിക് ഒറ്റയ്ക്ക് ചെയ്തത്. ഊത്തുകാട് സോങ്സിന്റെ ഒരു സീരീസ് ആയിരുന്നു റീൽസിൽ. അത് വീക്ക്ലി ട്വൈസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഫസ്റ്റ് ആയിട്ട് ഞാൻ കർണാട്ടിക് ഒറ്റയ്ക്ക് ചെയ്തത്. അതിനു മുമ്പ് എല്ലാം ഒരുമിച്ച് തന്നെയാണ്. കാരണം ശ്രദ്ധ ഇപ്പോൾ കല്യാണം കഴിഞ്ഞതുകൊണ്ട് ചേട്ടൻ മൃദംഗിസ്റ്റ് ആണല്ലോ. അപ്പോൾ ചേട്ടൻ്റെ കൂടെ എവിടെയെങ്കിലും പോകുമ്പോഴും അവർ പെർഫോം ചെയ്യാൻ പറയുമ്പോൾ ശ്രദ്ധ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഞാൻ പക്ഷെ അമ്മയുടെ കൂടെയാണല്ലോ പോവുക. അപ്പോൾ നമ്മൾ പാടുമ്പോൾ ഒരുമിച്ചായിരിക്കും പാടുക മിക്കവാറും. എന്താ പഠിച്ചത്? ഞാൻ ബോട്ടണി ആയിരുന്നു. BSc ബോട്ടണി, പിന്നെ MSc ബോട്ടണിയും ചെയ്തു. രണ്ടുപേരും MSc ബോട്ടണിക്ക് റാങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. ശരി, ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ ആദ്യമായിട്ട് ഇറക്കുന്ന ആൽബം അല്ലെങ്കിൽ ആ ഒരു മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്ത് ആദ്യമായിട്ട് ചെയ്യുന്ന സംഭവം എന്തായിരുന്നു? ഏറ്റവും ആദ്യം ചെയ്തത് ഞാൻ പറഞ്ഞ പോലെ ശ്രേയൻ്റെ വയറ്റിലായിരുന്നപ്പം ശ്ലോകമാലിക എന്ന് പറഞ്ഞിട്ട് അത് ഒന്ന് 2 വരി. അത് ഈ ശാന്താകാരം നിങ്ങളുടെ ട്യൂൺ ചെയ്തതിന്റെ 2 വരി. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം. ഇങ്ങനെ ശ്ലോകമായിട്ട് പോകുന്ന. ഇത് സാധാരണ പാടുന്നതിൽ നിന്ന് ഇച്ചിരി മാറി പാടിയപ്പോഴാണ് ആൾക്കാർക്ക് പിടിക്കാതിരുന്നത് അല്ലേ? അത് പക്ഷെ വിഷ്ണു സഹസ്രനാമത്തിൽ പാടിയത് ഇതും അല്ല ട്യൂൺ. പിന്നെ അതെങ്ങനെയായിരുന്നു? ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. എന്താ കുഴപ്പം? താളത്തില് കുറച്ചുകൂടെ നല്ലതല്ലേ? രസമുണ്ടല്ലോ അല്ലേ?
അപ്പോൾ സ്ഥിരം കേൾക്കുന്ന പാറ്റേണിൽ നിന്നും ഒരു കാര്യം പെട്ടെന്ന് മാറി കേൾക്കുമ്പോൾ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നല്ലൊരു അക്സെപ്റ്റൻസ് കിട്ടും കേട്ടോ. കിട്ടി, അത് ഷുവറായിട്ട് കിട്ടി. അത് കഴിഞ്ഞതിന് നെഗറ്റീവ് മാത്രം നോക്കാണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ആക്ച്വലി ഇത് തന്നെ ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ട്. അടുത്ത ഒരു ബാച്ച് പാടി, നെക്സ്റ്റ് ബാച്ച് വേറെ സ്ഥലത്ത് പാടി. ഇതേപോലെ തന്നെ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഒക്കെ അതാണ് നമ്മുടെ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് എന്ന് പറയുന്നതിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മുടെ ആൾക്കാർ പോലും മനസ്സിലാക്കുന്ന ഇല്ല എന്നുള്ളതാണ്. അതായത് ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് വേറെ. സാൻസ്ക്രിറ്റിലുള്ള എന്തും നമ്മൾ പാടുമ്പോഴും അല്ലെങ്കിൽ ചൊല്ലുമ്പോഴും കിട്ടുന്ന ഒരു എന്താ പറയുക, ബ്രെയിനിൻ്റെ ഒരു വർക്ക് അത് വേറെ തന്നെയാണ്. ഫസ്റ്റ് സാൻസ്ക്രിറ്റ്, പിന്നെ സാൻസ്ക്രിറ്റും അത് മ്യൂസിക്കും കൂടെ ആയി കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും വേറൊരു കാര്യം കൂടെ പറയുന്നത് എന്താ വെച്ചാൽ, സാൻസ്ക്രിറ്റ് ആൻഡ് കർണാട്ടിക് മ്യൂസിക്, ഈ രണ്ട് സംഭവങ്ങൾ നമുക്കറിയാമെങ്കിൽ നമുക്ക് ലോകത്തെ ഇങ്ങനെ കൈക്കുള്ളിലാക്കാം എന്നുള്ളതാണ്. കാരണം സംസ്കൃതം എന്ന് പറയുന്നത് മാതൃവാണി, എല്ലാ ഭാഷയുടെയും അമ്മയാണ്. ആ ഒരു ലാംഗ്വേജിലുള്ള ഒരു നോളജും കർണാട്ടിക് മ്യൂസിക്കും കൂടെ ചേർന്ന് കഴിഞ്ഞാലുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. ഇപ്പോൾ ലളിതാ സഹസ്രനാമം തന്നെ സംസ്കൃതം മനസ്സിലാവും. ഞാൻ അതും കൂടെ എൻ്റെ അച്ഛൻ്റെ അമ്മയോടും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ നന്ദി പറയണം അവരോട്. കാരണം മലയാളം ഫസ്റ്റിന് പകരം അവരെന്നെ നിർബന്ധിച്ചാണ് സംസ്കൃതം എടുക്കാൻ പറഞ്ഞത്. മേ ബി ഒരു പക്ഷേ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ അതിൻ്റെ വിഷ്ണു സഹസ്രം ഞാൻ പറഞ്ഞില്ലേ, വിഷ്ണു സഹസ്രനാമം ക്രിറ്റിസിസം വന്നു എന്ന് പറഞ്ഞില്ലേ, ബട്ട് ആ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ CD കേട്ടിട്ടാണ് അമൃത ചാനലിൽ സന്ധ്യാദീപത്തിൽ നാരായണീയം റെൻഡർ ചെയ്യാൻ എന്നെ ക്ഷണിക്കുന്നത്. അപ്പോൾ സംസ്കൃതം അവർക്ക് മേ ബി അവർക്ക് അറിയാമായിരിക്കാം സംസ്കൃതത്തിൻ്റെ ആ ഒരു വാല്യൂ ഒക്കെ അത്രമാത്രം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ടായിരിക്കാം അവരന്ന് എന്നോട് പറഞ്ഞത്. ഇപ്പോൾ എനിക്കത് മനസ്സിലാവുന്നു എന്തുകൊണ്ടാണെന്ന്. അന്ന് ഞാൻ മലയാളത്തിന് പകരം എടുത്തത് സംസ്കൃതമാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയൊക്കെ സംസ്കൃതത്തിലുള്ള വർക്കുകൾ ഇത്രയും ചെയ്യാനും എൻ്റെ സ്റ്റുഡൻസിനെ ഇത്രയും പഠിപ്പിക്കാനും സാധിച്ചത്. അതൊക്കെ ഈ ലളിതാ സഹസ്രനാമത്തിലെ ഒരു സംഭവം തന്നെ. നമ്മൾ നിഷ്കാരണ, നിഷ്കളങ്ക, നിരുപാതിർ, നിരീശ്വര, നീരാഗ, രാഗമദനി, നിർമ്മദ പാടാം. നിഷ്കാരണ, നിഷ്കളങ്ക, നിരുപാതിർ, നിരീശ്വര, നീരാഗ, രാഗമദനി, നിർമ്മദാ മദനാശിനി, നിശ്ചിന്ത, നിരഹങ്കാര, നിർമോഹ മോഹനാശിനി, നിർമ്മമ മമതാഹന്ത്രി, നിഷ്പാപ പാപനാശിനി. ഇത് തുടങ്ങിയത് കണ്ടോ, എല്ലാം നീ 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 ഇങ്ങനത്തെ ഓരോ വർക്കുകളാണ് സംസ്കൃതത്തിലുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കർണാട്ടിക് മ്യൂസിക്കിൽ ഇല്ലാത്ത ഒന്നും ഇപ്പം പുതിയതായിട്ട് ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ റാപ്പ് എന്ന് പറയുന്നു. കർണാട്ടിക് മ്യൂസിക് ആണല്ലോ ബേസ് വരുന്നത്. കർണാട്ടിക് മ്യൂസിക് എന്നല്ല, ഇതൊക്കെ എത്രയോ വർഷം മുമ്പ് നമ്മുടെ 16-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഭാഗ്യകാരന്മാർ എഴുതിയ സംഭവമാണ്. കറുത്ത കുഴലോടു നിറുത്ത മയിലിറകിരുക്കി അമൈത്ത തിരത്തിലെ ഗാനമയിലാടും ഓനക്കുയിൽ പാടും നീല നദിയോടും വനത്തിലെ കുഴൽ മുതൽ എഴിലിസൈ കുഴയവരുമിസയിൽ കുഴലോടും എഴിലിന കലത്തിലെ കതിരുമതിയുമെന നയന വിഴികളിര് നളിനമാന ശലനത്തിലെ കാളിങ്കൻ ശിരത്തിലെ കതിത്ത പദത്തിലെ എൻ മനത്തെ ഇരുത്തി കനവ് നനവിനോട് പിറവി പിറവി തരും കനിന്തുരുക വരം തരുക പരം കരുണை പാൽവടിയും മുഖം. ഇത് 16-ാം നൂറ്റാണ്ടിൽ ഊത്തുകാട് വെങ്കട സുബ്ബയ്യർ എഴുതിയ അലൈപ്പായുധമൊക്കെ കേട്ടിട്ടില്ലേ, തായ യശോദയൊക്കെ കേട്ടിട്ടില്ലേ, അദ്ദേഹം എഴുതിയ സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ കോമ്പസിഷൻസിൻ്റെയും ചരണത്തിൽ ഇങ്ങനത്തെ സംഭവങ്ങളാണ്. ഈ ഒരു ഇങ്ങനത്തെ ഇതൊക്കെ പഠിച്ച് പാടുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻസൊക്കെ പഠിക്കുമ്പം ചില പാരൻസ് ഇപ്പോൾ പറയാറില്ല എക്സാമാണ് നാളെ ക്ലാസ് അറ്റൻഡ് ചെയ്യില്ല, നാളെ എക്സാമാണ് ഇന്ന് അറ്റൻഡ് ചെയ്യില്ല. ഇപ്പോൾ പക്ഷെ അങ്ങനെ പറയാറില്ല കേട്ടോ, അവർക്ക് മനസ്സിലായി അതിൻ്റെ വാല്യൂ എന്താണെന്ന്.
ഇത്രയും സംഭവങ്ങൾ പഠിക്കുന്നത് കൊണ്ട് ബ്രെയിനിൻ്റെ ആ ഒരു വർക്ക്, ഇപ്പം നമ്മൾ ഗിയറുള്ള കാർ ഓടിക്കുമ്പം എന്താ സംഭവിക്കുന്നത്, ആദ്യമായിട്ട് ഗിയറുള്ള ഒരു കാർ ഓടിക്കുമ്പം എന്തെല്ലാം ബ്രെയിനിൽ കൂടെ പോകണം, മൾട്ടി ടാസ്കിംഗ് ആണ് ഒരേ സമയത്ത്. ഗിയർ മാറണം, ക്ലച്ച് ഔട്ടണം, ബ്രേക്ക് ഔട്ടണം, ആക്സിലേറ്റർ കൊടുക്കണം, പിന്നെ ഗിയർ മാറുന്ന സ്പീഡ് അനുസരിച്ചിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഗിയർ മാറിക്കൊടുക്കണം. ഞാൻ എപ്പോഴും പറയും, നമ്മൾ എപ്പോഴും നോക്കിയാണോ ചെയ്യുന്നത്? 50 എത്തുമ്പോൾ ഗിയർ മാറണം നോക്കിയാണോ നമ്മൾ ചെയ്യുന്നത്? അല്ലല്ലോ. അതെ, കർണാട്ടിക് മ്യൂസിക് പഠിച്ചാൽ, ഞാൻ എപ്പോഴും പറയും കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്ന ആൾക്ക് കാർ ഓടിക്കാൻ എളുപ്പമായിരിക്കുമെന്ന്. എന്താണെന്ന് ആലോചിക്കും, പക്ഷേ ബ്രെയിൻ മൾട്ടി ടാസ്കിങ് ആ താളം ഇടണം. ഫുൾ മ്യൂസിക് എന്ന് പറയുന്നത് കംപ്ലീറ്റ് മാത്സ് ആണ്. കർണാട്ടിക് മ്യൂസിക് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മാത്സ് ആണ്. അപ്പം ഒരു സ രി ഗ മ പ ധ നീ സ, ഇതിൻ്റെ സെക്കൻഡ് സ്പീഡ് സ രി ഗ മ പ ധ നീ സ, തേർഡ് സ്പീഡ് സരി ഗമ പദനിസ, ഫോർത്ത് സ്പീഡ് സരി ഗമ പദനിസ സാനിധപ്പം. അപ്പം ഫസ്റ്റ് സ്പീഡ് ഒരടിയിൽ ഒരക്ഷരം, സെക്കൻഡ് സ്പീഡ് ഒരടിയിൽ 2 അക്ഷരം, തേർഡ് ഒരടിയിൽ 4 അക്ഷരം, ഫോർത്ത് സ്പീഡ് 8 അക്ഷരം. അത് ബ്രെയിനിനകത്ത് വെച്ച് താളം കറക്റ്റായിട്ടിട്ട് ഇത് തെറ്റാണ്ട് പാടണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഹാബിറ്റ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ബ്രെയിൻ അങ്ങനെ ആ ഒരു രീതിയിൽ ട്യൂൺഡ് ആവും. അപ്പം അക്കാഡമിക്സിലും ഓഫ് കോഴ്സ് ഉറപ്പായിട്ടും കഴിവ് വരും. അങ്ങനെ ആദ്യ ആൽബം പുറത്തിറക്കി. അപ്പോൾ അത് CD ആയിട്ടാണോ ഇറക്കിയത്? CD ആയിട്ട്. അപ്പോൾ അത് നല്ലൊരു അക്സെപ്റ്റൻസ് കിട്ടി. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് വീണ്ടും അടുത്ത വർക്ക് ചെയ്യാനായിട്ട് പ്രചോദനമാവും. അങ്ങനെ ഇതുവരെ ഇത് ഏകദേശം CD ഉണ്ടായിരുന്ന സമയത്ത് എത്ര CD ആൽബംസ് ഇറക്കിയിട്ടുണ്ടാവും? ഒരു 50ഓളം ആൽബംസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പൊ ഡിജിറ്റൽ വേർഷൻ ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ട്, യൂട്യൂബിലുണ്ട്, പ്രിയ സ്പോട്ടിഫൈയിലുണ്ടോ? എന്താ സംഭവിച്ചത് വെച്ചാൽ ഇത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് ഇല്ല, അത് MC ഓഡിയോസിന് കൊടുത്തു. ഞങ്ങൾക്ക് അതാണ് ഏറ്റവും വലിയൊരു അബദ്ധം പറ്റിയത്. എന്താ സംഭവം എന്ന് വെച്ചാൽ ആ സമയത്ത് CDs ഇത്രയും വിൽക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഭാവിയിൽ യൂട്യൂബ് എന്നുള്ള ഒരു സംഭവം വരുമെന്നോ ശരിക്കും ഈ MC ഓഡിയോസ് പോലെയുള്ള പല എന്താ പറയാ സ്ഥാപനങ്ങളും ഈ കോപ്പിറൈറ്റ് കാരണം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ടി സീരീസും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം. അതുകൊണ്ട് ഞാൻ പാടിയ പാട്ട് എടുത്തിട്ട് എന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. MC ഓഡിയോസ് കോപ്പിറൈറ്റ് ചോദിക്കും. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? അല്ല, സജിതൻ ഉണ്ടായിരുന്ന സമയത്ത് വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ പറയുമായിരുന്നു ഞാനൊന്ന് എടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം പിന്നെ ഞാൻ അത് എടുക്കാറില്ല. ഞങ്ങൾക്ക് വേറെ പുതിയതായിട്ട് ഇപ്പം ഞാൻ ലിറിക്സും കൂടെ എഴുതാൻ തുടങ്ങി. ലിറിക്സ് കുറേ ഇപ്പം ഇവളുടെ കോളേജിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് സോങ് ലിറിക്സ് എഴുതി ഞാൻ തന്നെ കമ്പോസ് ചെയ്ത്. അവർ ഭവൻസിനൊക്കെ പ്രൈസ് കിട്ടി, കുറേ സ്കൂളിലും ഒക്കെ പ്രൈസ് കിട്ടി. ഗ്രൂപ്പ് സോങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നല്ലതാണ്. അങ്ങനെ ഒരു സംഭവം വരുന്നത് നമുക്കൊരു സ്വന്തമായിട്ട് സ്റ്റാൻഡേർഡ് കൂട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും. പുതിയത് ചെയ്യാം, ഓക്കെ വേണ്ട അതവിടെ ഇരിക്കട്ടെ, അതേ കോമ്പസിഷൻ തന്നെ കുറച്ചൊന്ന് മാറ്റി നമ്മൾ ചെയ്യും. ഇത്രേ ഉള്ളൂ. നമുക്ക് പുതിയ പുതിയ സംഭവങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കാമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിജിറ്റലി ഇറക്കാൻ തുടങ്ങിയോ? യൂട്യൂബിൽ പിന്നെ കുറേ ചെയ്തു. യൂട്യൂബിൽ സ്വന്തമായിട്ട് മ്യൂസിക് പ്രൊഡക്ഷൻ എല്ലാം ഞാൻ തന്നെ, അഭിനയം, പ്രൊഡക്ഷൻ എല്ലാ പരിപാടിയും ഞാൻ തന്നെ എന്റെ യൂട്യൂബ് ചാനലിൽ ജലാച്ചൻ സന്തോഷ് പണ്ഡിറ്റ്. അത് പുള്ളി അത് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു കഴിവ് വേണ്ട എന്തൊക്കെ പറഞ്ഞത്. എനിക്കിഷ്ടമാണ് ആ കാര്യത്തിൽ. വീഡിയോഗ്രാഫി എഡിറ്റിങ്ങിനൊക്കെ എൻ്റെ പ്രഗത്ഭയായിട്ടുള്ള പഠിച്ചിരുന്നു. ഓക്കെ. നല്ല ഐഡിയാസ് ഉണ്ട്, നല്ല ഐഡിയാസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേ ഐഡിയാസൊക്കെ അവളിങ്ങനെ കൊണ്ടുവരും. നിങ്ങൾ ഈ സാരി അല്ലേ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്? കാരണം ഓരോ വീഡിയോയിലും ഓരോ പുതിയ പുതിയ സാരികൾ കാണാൻ പറ്റും. ഇതിനു വേണ്ടി നല്ലതായിട്ട് അല്ല അതിനു വേണ്ടി നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ഈ സാരികൾക്ക് വേണ്ടി മാത്രം? ഇല്ല. വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിന്റെ സാരീസ് കാണുമ്പോൾ ഭയങ്കര ലുക്കായിട്ടൊക്കെ തോന്നും. പക്ഷെ എപ്പോഴും നമുക്ക് കാരണം എത്ര മാറി മാറി ഇടണ്ടേ? 3 പേർക്കും വേണമല്ലോ. അപ്പം ചിലർ ഒരു സാരി വാങ്ങുന്ന റേറ്റിന് തന്നെ ഞങ്ങൾ 3 പേർക്കും വാങ്ങും. ചിലരൊക്കെ സ്പോൺസർ ചെയ്യും കേട്ടോ. അതിലൊന്ന് ഓഫ് കോഴ്സ് ഇസബെല്ല ബൈ പ്രിയ കമ്മത്ത് എന്ന് പറഞ്ഞിട്ട്, പ്രിയ ഞങ്ങളുടെ തന്നെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവാണ്. അവർ കുറേ തവണ സ്പോൺസർ ചെയ്തിട്ടുണ്ട് സാരി ഒരു പ്രോഗ്രാമിനും. വ്യാസ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട്, അതും ഞങ്ങളുടെ ഒരു അറിയുന്ന ഒരു ഫാമിലിയാണ്. അവർ ചെയ്തിട്ടുണ്ട്. ജീവ ബുട്ടീക്ക് ഇപ്പോൾ എടപ്പള്ളിയിലുണ്ട്. അവർ കുറേ സാരീസ് കഴിഞ്ഞ അഷ്ടപതിക്ക് അവരുടെ സാരിയായിരുന്നു. ഇപ്പൊ പുതിയതായിട്ട് സാരി ബ്രാൻഡ് തുടങ്ങുന്ന ഒരു ട്രെൻഡാ. എല്ലാവരും സ്ഥിരമായിട്ട് സാരി എടുത്ത് നടക്കുന്നവരൊക്കെ ഇപ്പൊ പുതിയ സാരി ബ്രാൻഡ് തുടങ്ങുക. സാരി ഷോപ്പ്, ബൊട്ടിക്കുകള്
കുറെ ആൾക്കാരുണ്ട് ഇപ്പം. ശ്രേയ പറയുന്നുണ്ടായിരുന്നു തുടങ്ങണം സ്വന്തമായിട്ടെന്ന്. ഇപ്പൊ നോക്കിയപ്പോ കൊറേ പേരായി കഴിഞ്ഞു. വേണ്ട മമ്മ അടുത്തു വേണ്ട, അത് ഇഷ്ടം പോലെ ഉണ്ട്. വേറെ എന്തെങ്കിലും തുടങ്ങാം. നിങ്ങൾക്ക് ഓൾറെഡി മ്യൂസിക് സ്കൂൾ ഉണ്ടല്ലോ, എത്ര വർഷമായിട്ടുണ്ട്? 26 വർഷത്തോളായി. ആ ശരി. എവിടെയാണത്? നേരത്തെ കൊറോണയ്ക്ക് മുമ്പ് വീട്ടിൽ തന്നെയായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. മന്ത്ലി വൺസ് ബാംഗ്ലൂർ പോയി ക്ലാസ് എടുക്കുമായിരുന്നു. ബാംഗ്ലൂരിൽ കുറേ സ്റ്റുഡൻസ് ഉണ്ട് എനിക്ക്. മന്ത്ലി വൺസ് അവിടെ പോയിട്ട് ഇവിടെ 1 മാസത്തോളം പഠിപ്പിക്കാൻ പറ്റുന്ന, അതായത് 4 ക്ലാസ്സസേ ഉണ്ടാവുള്ളൂ ഒരു മാസം. അപ്പോൾ 4 hours അല്ലെങ്കിൽ 3.5 hours ഒരുമിച്ച് ക്ലാസ് എടുത്തിട്ട് തിരിച്ചു വരുമായിരുന്നു. 5 സ്ഥലത്തുണ്ടായിരുന്നു ബാംഗ്ലൂർ. പിന്നെ ഇവിടെ വീട്ടിൽ തന്നെയായിരുന്നു. ഇപ്പോൾ കൊറോണ വന്നതോടുകൂടി ഓൾമോസ്റ്റ് എല്ലാം ഓൺലൈൻ തന്നെയാണ്. ബട്ട് എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഐഡിയാസ് ഇങ്ങനെ വരുമ്പം ഞാൻ ഇവരെ എല്ലാവരെയും ഒരുമിച്ച് വരാൻ പറയും. എന്നിട്ട് വീഡിയോ എടുക്കും, പോസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ എവിടെയെങ്കിലും മ്യൂസിക് ട്രിപ്പ് അതുപോലെ കുറേ പോയിട്ടുണ്ട് കേട്ടോ. സ്റ്റുഡൻസിനെയും കൊണ്ട് തഞ്ചാവൂർ, കുംഭകോണം, കാഞ്ചീപുരം അവിടെയൊക്കെ ട്രിപ്പ് പോയിട്ടുണ്ട് എൻ്റെ സ്റ്റുഡൻസിനെയും കൊണ്ട്. അതൊക്കെ ഭയങ്കര എന്താ പറയുക, അതൊക്കെ ലൈഫിൽ നമുക്ക് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന കുറേ രത്നങ്ങളാണ്. കാരണം നമ്മൾ പഠിച്ച കോമ്പസിഷൻസ് എവിടെ വെച്ചുണ്ടായി, അല്ലെങ്കിൽ ഏത് ക്ഷേത്രത്തിനെ കുറിച്ചായിരുന്നു പാടിയത്. ഇപ്പം ചോള ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 8th century തൊട്ടുണ്ട്. അത് തൊട്ട് 500 വർഷക്കാലത്തോളം ചോളന്മാർ ഭരിച്ചിരുന്ന കാലഘട്ടമാണ്. ആ സമയത്തുള്ള അമ്പലങ്ങൾ, ആ അമ്പലങ്ങളിലെ കുറിച്ചുള്ള ഓരോ വർക്ക്സ്, ഇപ്പോൾ തേവാരം, തിരുപ്പുകൾ എന്നൊക്കെ പറയുന്നത് ആ കാലഘട്ടത്തിൽ വന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അത് ക്ലാസ്സിൽ പഠിപ്പിച്ച സംഭവം നമ്മൾ അതെ ഇദ്ദേഹത്തെക്കുറിച്ചാണ് കേട്ടോ നമ്മൾ പാടിയതെന്ന് അവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ വാവ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അതിശയം തോന്നിയെന്ന് വെച്ചാൽ മേ ബി ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ വന്നതോടുകൂടി ആയിരിക്കും ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ തിരുപ്പതിയിൽ എത്ര യങ്സ്റ്റേഴ്സ് ട്രിപ്പായിട്ട് പോകുന്നെന്ന് കണ്ടോ? ഒരുപാട് റീൽസ് എനിക്ക് വരുന്നു. മറ്റേ ഹിൽ സ്റ്റേഷൻ അല്ലെങ്കിൽ ബീച്ച് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുന്നതിന് പകരം യങ്സ്റ്റേഴ്സ് ഒരുപാട് പേര് നമ്മുടെ ഹെറിറ്റേജ് പ്ലേസസിലും പോകുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ ഒരു ഗുണം ഇത് മ്യൂസിക് സ്റ്റുഡൻസിനെ കൊണ്ടുപോയി അങ്ങനെയൊക്കെ കുറേ കാലങ്ങൾ കൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ കുറേ തവണ അങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെ പോണു മ്യൂസിക് സ്കൂള്. അപ്പോൾ ഇപ്പം ഓൺലൈൻ ക്ലാസ്സുകൾ മാത്രമാണോ ഉള്ളത്? ഇപ്പം ഓൺലൈൻ ക്ലാസ് ആണ്. ബട്ട് ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഇവരെ വിളിച്ചിട്ട്. മനസ്സിലായി. ഓൺലൈൻ ക്ലാസ്സസ് എഫക്റ്റീവ് ആണോ പാട്ട് പഠിപ്പിക്കുന്നതിന്? ഡെഫിനറ്റ്ലി. എനിക്ക് തോന്നിയത് ഓഫ്ലൈൻ്റെ ഗുണം ഓഫ്ലൈനുണ്ട്. കാരണം നമ്മൾ ഒന്നിച്ചിരുന്ന് പാടുന്ന ഒരു വൈബ്, അത് ഭയങ്കര പോസിറ്റീവ് വൈബാണ്. പക്ഷേ ഗുണം എന്ന് പറയുന്നത് ഇപ്പം ഒന്നിച്ച് 10 പേരിരുന്ന് പാടുമ്പം എപ്പോഴും ഓരോരുത്തരെ കൊണ്ട് എനിക്ക് പാടിക്കാൻ സമയം കിട്ടാറുണ്ടായിരുന്നില്ല. ഓരോരുത്തരെ കൊണ്ട് പാടിച്ച് കറക്റ്റ് ചെയ്യാറ് അങ്ങനെ ഇല്ല. ഒന്നിച്ചങ്ങ് അറിയില്ല, തെറ്റുമ്പോൾ മനസ്സിലാവില്ല. അപ്പം നേരെ മറിച്ച് ഓൺലൈൻ ആകുമ്പം ഓരോരുത്തരായിട്ട് സുഖമായിട്ട് കറക്റ്റ് ചെയ്ത് പാടിച്ചു പോകാൻ പറ്റുന്നുണ്ട്. പക്ഷെ നല്ല വൈഫൈ കണക്ഷൻ വേണം, ഫാസ്റ്റായിട്ടുള്ള കണക്ഷൻ വേണം. നല്ല ഇപ്പോൾ ഫോണിൽ തന്നെയാണ് എടുക്കുന്നത്. ലാപ്ടോപ്പിനെക്കാളും ഭയങ്കര കൺവീനിയന്റ്. ഞാൻ പോലും ഇപ്പോൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നത് നിർത്തി. ഞാനിപ്പോൾ ഫോണുണ്ട്, പിന്നെ ഒരു ഐപാഡും ഉണ്ട്. യാത്ര പോകുമ്പോൾ പോലും എനിക്കിപ്പം ഞാനല്ല ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ വീട്ടിലെത്തിയില്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കാറുണ്ട് കാറിലിരുന്നിട്ട്. അപ്പോൾ അതൊന്നും ഏറ്റവും സൗകര്യം. അപ്പോൾ കുട്ടികൾക്കും അതെ. മറ്റേത് ട്രാവൽ ചെയ്ത് എറണാകുളത്തുള്ളവർക്ക് മാത്രമല്ലേ എൻ്റെ അടുത്ത് വന്ന് പഠിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ഇപ്പോൾ ഗ്ലോബലി എബ്രോഡുള്ള കുട്ടികളാണ് ഇപ്പോൾ കൂടുതലും പഠിക്കുന്നത്. US-ലും ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, കാനഡ എല്ലാ സ്ഥലത്തെയും കുട്ടികളുണ്ട് ഇപ്പോൾ. സ്വന്തമായിട്ട് കമ്പോസ് ചെയ്യാറുണ്ടല്ലോ, എഴുതാറുണ്ടല്ലോ അല്ലേ? എഴുതാൻ തുടങ്ങി. താങ്ക്സ് ടു ശ്രേയ. പണ്ട് എഴുതുമായിരുന്നു. അവളുടെ കോളേജിലെ ഗ്രൂപ്പ് സോങ്ങിന് വേണ്ടിയിട്ട് എഴുതണം എന്ന് നിർബന്ധിച്ച് എഴുതി. സ്വന്തമായിട്ട് എഴുതിയ ഒരു ഇത് പാടാമോ? ആനന്ദ സംഗീതമുതിരുന്ന നാദത്തിൽ മനസ്സിൻ്റെ സ്വരരാഗമലിയുന്നുവോ, അതിലൂടെ ചൊരിയുന്ന ഹിമബിന്ദു കണികകൾ സുമപുഷ്പവർഷമായി പൊഴിയുന്നുവോ. ആനന്ദ സംഗീതമുതിരുന്ന നാദത്തിൽ മനസ്സിൻ്റെ സ്വരരാഗമലിയുന്നുവോ, അതിലൂടെ ചൊരിയുന്ന ഹിമബിന്ദു കണികകൾ സുമപുഷ്പവർഷമായി പൊഴിയുന്നുവോ, അമൃതവർഷമായി പൊഴിയുന്നുവോ.
നൈസ്. നമ്മള് പണ്ട് ഋഷി ഉണ്ടായ സമയത്ത് എനിക്കാണെങ്കിൽ ഋഷിയുടെ നെയിമിങ് സെറമണി എനിക്ക് ഒരു അടിപൊളി ഒരു വീഡിയോ ചെയ്യണം. അപ്പോൾ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മളത് പ്രോപ്പറായിട്ട് ആൾക്കാരെയൊക്കെ വെച്ച് നല്ലൊരു ഗംഭീര വീഡിയോ ചെയ്യണം. അപ്പോൾ എനിക്കിതിന് പറ്റിയൊരു മ്യൂസിക് വേണം. അപ്പം നമുക്ക് മ്യൂസിക് നമുക്ക് എത്ര ഇൻ്റർനെറ്റിൽ നിന്ന് എടുത്താലും നമുക്ക് അതിന് മാച്ചായിട്ടുള്ള നമുക്ക് ആ ഒരു ചടങ്ങിന് പറ്റിയൊരു മ്യൂസിക് കിട്ടൂല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നോക്കിയപ്പോഴത്തേക്കിനും ഞങ്ങളുടെ ഒരു കൊങ്കണിയിലുള്ളൊരു താരാട്ട് പാട്ടുണ്ട്, ബാള ജോജോരെ എന്നും പറഞ്ഞുകൊണ്ട്. അത് ശരിക്കും ഈ മറ്റേ ഇത് തൊട്ടിൽ വെപ്പ് ചടങ്ങിൻ്റെ സമയത്ത് പെണ്ണുങ്ങളെല്ലാവരും കൂടെ ചേർന്ന് കൂടി നിന്ന് പാടുമ്പോഴത്തേക്കിനും 10 പേരുണ്ട്, 10 പേരും 10 വഴിക്കായിരിക്കും പാടുന്നത്. രസം അത് കേൾക്കാൻ ഒരു ഓർത്ത രസം കേട്ടോ. ചിലർ നോക്കി പാടും, ചിലർ നോക്കാതെ പാടും, ചിലർ അവരുണ്ട് ആ ട്യൂണൊന്നും കൂല, ഞാൻ എൻ്റെ ട്യൂണിലേ പാടുള്ളൂ എന്ന് പറഞ്ഞ് എൻ്റെ ട്യൂണിൽ പാടും. അപ്പോൾ അതായിരിക്കും സംഭവം. അത് ഞാൻ കുറേ നോക്കിയിട്ട് അങ്ങനത്തെ ഒരു സാധനം കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ചോദിച്ചു പ്രിയക്ക്, എനിക്കൊരു ഈ സാധനം വേണം, ഇത് എന്താ ചെയ്യാൻ, അതിനെന്താ ഞാൻ ചെയ്യാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു 1-2 ആഴ്ചക്കുള്ളിൽ നിങ്ങളത് ചടയെന്ന് പോയി അത് സ്റ്റുഡിയോയിൽ പോയി എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഷൂട്ട് ചെയ്തു. എന്നിട്ട് ട്രാക്ക് എനിക്ക് അയച്ചു തന്നു. ഫീമെയിൽ വേർഷൻ മാത്രമല്ല പണ്ടത്തെ ഒരു വേർഷൻ അത് നല്ലതാണ് ഉള്ളത്. പക്ഷെ അത് ഒത്തിരി പഴയതാണ്. അത് കേൾക്കുമ്പോൾ തന്നെ പഴയതാണെന്ന് അറിയാം, ഒരു ഫ്രഷ്നെസ് ഇല്ല. അതൊന്ന് പാടാമോ? അത് നിങ്ങൾ 3 പേരും കൂടെ അല്ലേ പാടിയത്? കുലഭൂഷണ ദശരഥ നന്ദന നിദ്രാകരി ബാള മനമോഹന രാമ ലക്ഷ്മണ ബാള ജോ ജോ രേ ബാള ജോ ജോ രേ. ഇത് ശരിക്കും ഏതാ ലാംഗ്വേജ്? മറാഠിയാണല്ലേ. ഇത് ശരിക്കും യൂട്യൂബിൽ ഓൾറെഡി ഉള്ളത് വേറെ ഒരു ട്യൂണിലാണ് പാടിയിരിക്കുന്നത് അല്ലേ? അല്ല, ഇത് തന്നെയാ, സെയിം ട്യൂണാണ് പാടിയിരിക്കുന്നത്. പിച്ച് വ്യത്യാസം ഉണ്ടാവും, പിച്ച് വ്യത്യാസം ഉണ്ടാവും, ട്യൂൺ സെയിം ആണ്. ശരിക്കും പറഞ്ഞാൽ അതിന് സുജിത്തിനോടും കൂടെ ഒരു താങ്ക്സ് പറയണം. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ TV-യിൽ പാടിയിട്ടുണ്ട്. അപ്പം സന്ധ്യാദീപം എന്ന് പറഞ്ഞ സംഭവം വന്നതോടുകൂടി എന്നെ എല്ലാവർക്കും നല്ല, എസ്പെഷ്യലി മ്യൂസീഷ്യൻസിനൊക്കെ അറിയാം. പിന്നെ FB-യിലും ഉണ്ട്. പക്ഷേ യൂട്യൂബ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അതിൽ വ്യൂ കിട്ടാനും, ഇല്ലേ? അതറിയാമല്ലോ. സുജിത്ത് ഭയങ്കര ലക്കി, അന്ന് തുടങ്ങിയത് കൊണ്ട് സുജിത്ത് ഇത്രയും ഒരു, പിന്നെ അഫ്കോഴ്സ് ഹാർഡ് വർക്കും എല്ലാം കാരണം ഇവിടം വരെ എത്തി. പക്ഷേ യൂട്യൂബിൽ വ്യൂ കിട്ടാനും യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാനായിട്ട് തുടങ്ങിയപ്പം MC ഓഡിയോസുകാരെടുത്ത് എൻ്റെ മിക്കവാറും എല്ലാ ആൽബംസിനും നല്ല വ്യൂ 5 lakhs മില്യൺസ് ഒക്കെ ഉണ്ട്. ഞാനായിട്ട് ചെയ്ത ഒരു ആൽബത്തിന് ഇത്രയും വ്യൂസ് വന്നത് ആ ഒരു പാട്ടിനാണ്. വേറെ ഒന്നിനും ഇത്രയില്ല. പിന്നെ നമ്മുടെ ഇത് പ്രയർ സോങ്, മലയാളം പ്രയർ സോങ് ഞാൻ ട്യൂൺ ചെയ്ത വേറൊരു മലയാളം പ്രയർ സോങ് ഉണ്ട്. എനിക്ക് തോന്നുന്നു പ്രയർ സോങ്ങിന് ക്ഷാമമുണ്ട്. പ്രയർ സോങ് പാടണോ? ചൈതന്യമേ നിത്യ ചൈതന്യമേ കൈകൾ കൂപ്പുന്നു സംഭൂത സന്നിധിയിൽ മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നേക മനസായി നമിക്കുന്നു ജാതാന്തരം. ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ നിന്റെ പ്രിയമക്കളാം ഞങ്ങളെല്ലാവരും തോളോടു തോൾ ചേർന്നു സൗഹാർദ്ദമായി പാരിൽ മുന്നേറുവാൻ വരം നൽകേണമേ, മുന്നേറുവാൻ വരം നൽകേണമേ. ചൈതന്യമേ നിത്യ ചൈതന്യമേ കൈകൾ കൂപ്പുന്നു സംഭൂത സന്നിധിയിൽ. പ്രയർ സോങ്സ് ഡിമാൻഡ് ഉണ്ടല്ലേ? അതുകൊണ്ട് ഈയിടെ ഞാൻ ഒരെണ്ണം എഴുതി. ഇതിനു മുമ്പും കമ്പോസ് ചെയ്തതിനും യൂട്യൂബിൽ നല്ല വ്യൂ ഉണ്ട്. അതുമാത്രമല്ല, ഈ പാട്ടില്ലേ ഇപ്പം ഞങ്ങൾ പാടിയത്,
വേറെ ആരൊക്കെയോ വീണ്ടും പാടി അതിന്റെ കരോക്കെ വരെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. ഞങ്ങൾ ഇന്നാണ് അത് കണ്ടത്, ഞെട്ടിപ്പോയി. കുറച്ച് നമ്മുടെ സ്റ്റുഡൻസ് തന്നെ അത് പഴയ സ്ഥലത്ത് പാടിയിട്ടുണ്ട്. അല്ല ശരിക്കും യൂട്യൂബ് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. കാരണം വൺസ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു പാട്ട് ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഹിറ്റാവാൻ എളുപ്പമാണ്. പിന്നെ എന്താ പറയുക, മ്യൂസിക് വീഡിയോ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മളൊരു സ്ഥലം വാങ്ങിയിടുന്ന പോലെയാണ്. അത് ഇന്നലെ നാളെ ഏതെങ്കിലും പാട്ട് ഹിറ്റാവും. പാട്ട് ഹിറ്റാവുന്ന മാത്രമല്ല, അത് ഡെഫിനറ്റ്ലി ഒരു മ്യൂസിക് ടീച്ചറും കൂടെ ആകുമ്പോൾ അത് എത്രയോ പേരിൽ എത്തിക്കാം, പഠിപ്പിക്കാം അവരെ. പിന്നെ അതിലുപരി നിങ്ങളുടെ ഒരു പേഴ്സണൽ ബ്രാൻഡിങ് ആണല്ലോ. നിങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തിയുടെ നിങ്ങളുടെ 3 പേരുടെയും ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങും കൂടെയാണ് ഈ പാട്ടുകൾ എന്ന് പറയുന്നത്. അങ്ങനെ ആയിരിക്കാം നിങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നത് അല്ലേ? ഇപ്പം ഈ നന്ദഗോവിന്ദ ഭജൻസ് ഒക്കെ ഇത്രയധികം പോപ്പുലർ ആയത് ഈ സോഷ്യൽ മീഡിയയിൽ 15 വർഷം മുമ്പ് തുടങ്ങിയതാണ്. എനിക്കറിയില്ലായിരുന്നു. ഞാൻ പോലും അവരെ കണ്ടു തുടങ്ങിയത് ഈ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ റീൽസ് കണ്ടിട്ടല്ലേ. പണ്ട് മനോഹരി രാധേ രാധേ. അപ്പൊ ഞാൻ ശ്രേയനോട് ചോദിച്ചു, അമ്മ ഇത് സിനിമാ പാട്ടല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ ആണ്, പക്ഷെ അതിൽ രാധയുണ്ടല്ലോ. അപ്പൊ അവര് ഭജനായിട്ട് പാടുന്നത്. ഇനി അവരുടെ ഒരു കാര്യമുണ്ട് കേട്ടോ, എല്ലാത്തിലും ഉപരി ലക്ക് വേണം, കഴിവ് വേണം, മാർക്കറ്റിംഗും വേണം. അതാണ് ഇത് മൂന്നും വേണം. ഇതിലൊന്നും പോരാ. മാർക്കറ്റിംഗ് മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. മാർക്കറ്റിംഗ് അറിയാമെന്നുണ്ടെങ്കിൽ 1 or 2 സ്ഥലത്ത് രക്ഷപ്പെടാം. കഴിവ് ഡെഫിനറ്റ്ലി വേണം. ഇത് വേറെ ഒന്നും കൂടെ വേണം. എനിക്കത് അറിയില്ലായിരുന്നു. പക്ഷെ അതറിയില്ല. അല്ല, ഗോവിന്ദ് പത്മസൂര്യ വന്നായിരുന്നു ഇവിടെ പോഡ്കാസ്റ്റ് എടുക്കാൻ. അപ്പം പുള്ളിയോട് ഞാൻ ചോദിച്ചപ്പം, കാരണം ഇഷ്ടംപോലെ സിനിമാടന്മാരുണ്ടല്ലോ, കഴിവുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ പാട്ടുകാരാണേലും ഡാൻസ് കളിക്കുന്നവരാണേലും ഏത് ഇതിലാണെങ്കിലും കഴിവുള്ളവർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമ്മുടെ കഴിവ് നമ്മളതിങ്ങനെ നമ്മുടെ പ്രസൻസ് ഇങ്ങനെ ആളുകളുടെ മുമ്പിലേക്ക് മറക്കാതെ ഇട്ട് കൊടുക്കുക, നമ്മളിങ്ങനെ ലൈം ലൈറ്റിൽ എപ്പോഴും നിൽക്കുക എന്നുള്ളത് നിലനിൽപ്പ് ഒരു വലിയ ഫാക്ടറാണല്ലോ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ CD ഇറക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ, പുതിയ ആൽബങ്ങൾ ഇറക്കുന്ന പോലെ നിലനിൽപ്പ് ഒരു വലിയ ഫാക്ടറാണ്. എല്ലാ ആൾക്കാരും മറന്നു പോകും. അപ്പോൾ ഞാൻ ചോദിച്ചു, പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം. നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു വലിയൊരു ഫ്രണ്ട് സർക്കിൾ, ആ ഒരു ഫ്രണ്ട് സർക്കിൾ നമ്മൾ ചാൻസ് ചോദിക്കുക എന്നുള്ളത് മാത്രമല്ല, ചാൻസ് ചോദിക്കുന്നതിലുപരിയായിട്ട് നമ്മളൊരു ഫ്രണ്ട് സർക്കിൾ നമ്മൾ ചാൻസ് ചോദിക്കണ്ട, നമ്മളൊരു ഹായ് പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് മീറ്റ് ചെയ്താൽ മതി ഒരു കോഫിക്ക്, നമ്മളെ മറക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അത് ഇൻട്രോവേർട്ട് ആയിട്ടുള്ളവർക്ക് അത് പറ്റില്ലായിരിക്കും അല്ലേ? ഔട്ടാവും. യെസ്, എക്സാക്ട്ലി. ഇൻട്രോവേർട്ട് ആയിട്ടുള്ളവർക്ക് പറ്റില്ല. പിന്നെ ചില ആൾക്കാരുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിളിക്കുന്ന ആൾക്കാരുണ്ട്. അത് നമുക്ക് ഈസിയായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്നാ എപ്പോഴും മെസ്സേജ് അയച്ച് എന്നും രാവിലെ ഗുഡ് മോർണിംഗ്, എന്നും രാത്രി ഗുഡ് നൈറ്റ് അങ്ങനെ അയക്കേണ്ട ആവശ്യമില്ല. അല്ല സുജിത്ത്, മേ ബി വിളിക്കാത്തത് ചാൻസ് ചോദിക്കാൻ വേണ്ടി മാത്രമോ അങ്ങനെ ആയിരിക്കണം എന്നില്ല. മേ ബി സമയം ഇല്ലാത്തതുകൊണ്ട് പ്രയോറിറ്റി ആയിരിക്കില്ലായിരിക്കും. ഞാൻ എപ്പോഴും എൻ്റെ പിള്ളേരോട് പറയാറുണ്ട് കേട്ടോ, ഇവർ കോണ്ടാക്ട്സ് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ മിടുക്കരാ. ഇപ്പോൾ ഫ്രണ്ട്സ് ആവട്ടെ, ഇവളുടെയൊക്കെ കോളേജിൽ പണ്ട് പഠിച്ച കുട്ടികൾ വരെ വഴി വെച്ച് കാണുമ്പം കെട്ടിപ്പിടിക്കുന്നു, സംസാരിക്കുന്നു, ഇപ്പോഴും വിളിക്കുന്നു. എല്ലാ ഫ്രണ്ട്സുമായിട്ടും എല്ലാ റിലേറ്റീവ്സുമായിട്ടും കോണ്ടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവർ രണ്ടുപേരും എടുക്കരാ. ഞാൻ അത്ര പോരാ. എനിക്കത് അറിയില്ല, സമയം കിട്ടാത്തതുകൊണ്ടാണോ, ഈ പറഞ്ഞ പോലെ ക്ലാസ് എടുക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ഇവരുടെ കാര്യങ്ങൾ നോക്കണം, എനിക്കറിയില്ല എന്താ. അതിന് കുറച്ച് ഞാൻ പിന്നിലാണ്. അത് എനിക്ക് തോന്നാറുണ്ട്, കോണ്ടാക്ട്സ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്ന് തോന്നാറുണ്ട്. എവിടെയെങ്കിലും ആരെങ്കിലും വെച്ച് കാണുമ്പം എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ അവരുമായിട്ടുള്ള ഒരു ബന്ധം അങ്ങനെ ഉണ്ട്, ഇല്ലയെന്നില്ല. ചിലരുമായിട്ടൊക്കെ ഉള്ള റിലേഷൻ ഉണ്ട്. എന്താണ് ഇനിയിപ്പം ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ? എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയാനായിട്ട് അങ്ങനെ വലിയ പ്ലാനൊന്നും ഇല്ല. ഇപ്പം തന്നെ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. നമ്മൾ 3 പേരും ഒന്നിച്ച് പാടാൻ സാധിക്കുന്നത് തന്നെ ഭാഗ്യമാണ്. സാധാരണ 2 പെൺമക്കൾ കല്യാണം കഴിഞ്ഞൊക്കെ പോകുമ്പം ഒരുമിച്ച് പാടാൻ പറ്റുമോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടാവും. ഇത് അങ്ങനെയല്ല, ഒന്നിച്ച് പാടാൻ പറ്റുന്നിടത്തോളം മാക്സിമം സ്റ്റേജിൽ പെർഫോം ചെയ്യുക, നല്ല വെറൈറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന നല്ല വർക്ക്സ് ഉണ്ടാക്കാൻ പറ്റുക, കമ്പോസ് ചെയ്തിട്ടും പ്രൊഡ്യൂസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റുക. പിന്നെന്താ, ആരോഗ്യത്തോടു കൂടി അങ്ങോളം നിലനിൽക്കുക. ഈ കച്ചേരിയൊക്കെ നടത്തുമ്പോൾ എങ്ങനെയാണ് അത്? എവിടെയെങ്കിലും പ്രോഗ്രാംസിന് ഇൻവൈറ്റ് ചെയ്തിട്ട് പോയിട്ട് നടത്തുന്നതാണോ അതോ ടിക്കറ്റഡ് പ്രോഗ്രാംസ് നടത്താറുണ്ടോ?
ഇൻവൈറ്റ് ചെയ്തിട്ട് പോയിട്ട് തന്നെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇതുവരെ എല്ലാം ഈ പറഞ്ഞ പോലെ വളരെ മടിയുള്ള കാര്യം. ചിലർ പറയും ഇന്ന സഭയിൽ ലെറ്റർ അയക്കൂ, ഇന്ന സ്ഥലത്ത് ലെറ്റർ അയക്കൂ, പ്രൊഫൈൽ വെച്ചിട്ടൊരു ലെറ്റർ അയക്കൂ, ആപ്ലിക്കേഷൻ ഇടൂ എന്നൊക്കെ പറയും. അങ്ങനെ പ്രോഗ്രാംസ് കിട്ടാറുണ്ട് കേട്ടോ ചില സ്ഥലങ്ങളിൽ, സഭകളിലൊക്കെ. വളരെ മടിയാണ് എനിക്ക് ഇങ്ങനെ ആപ്ലിക്കേഷൻ ഇട്ടിട്ടുള്ള പ്രോഗ്രാംസ്. ഇല്ല, കിട്ടിയിട്ടില്ല എന്ന് തന്നെ വേണം ഈ പറയാം. ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്ന പ്രോഗ്രാംസ് മാത്രമേ ഇതുവരെ ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൂ. ടിക്കറ്റ് വെച്ചിട്ട് കച്ചേരി നടത്താറുണ്ടോ? ടിക്കറ്റ് വെച്ചിട്ടൊന്നും ഇതുവരെ കച്ചേരികൾ അങ്ങനെ പിന്നെ ചെന്നൈയിലൊക്കെ ഉണ്ടല്ലേ? ചെന്നൈയിലും ബാംഗ്ലൂരൊക്കെ വളരെ കോമൺ ആയിട്ട് നടക്കുന്ന കാര്യമാണ്. കൊച്ചിയിലുണ്ടോന്ന് എനിക്കറിയില്ല. ചെന്നൈയിലും ബാംഗ്ലൂരൊക്കെ പണ്ട് മുതലേ നടക്കുന്ന കാര്യമാണ്. ബാംഗ്ലൂർ ഏറ്റവും കൂടുതൽ, ചെന്നൈയിലും ഉണ്ടെന്ന് തോന്നുന്നു. ബാംഗ്ലൂർ ഞാൻ കുറെ കണ്ടിട്ടുണ്ട് ആൾക്കാർ കച്ചേരികൾക്ക്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം മറ്റേ നന്ദഗോവിന്ദം ഭജൻസ് പോലെയുള്ള ഓഡിയൻസ് അല്ലല്ലോ. കച്ചേരി എന്ന് പറയുന്നതിന് വേറൊരു ടൈപ്പ് ആൾക്കാരാണ്. ആൾക്കാരില്ലെന്നേ ഇങ്ങനെ കുറെ പേര് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾക്ക് ഭജൻസ് ചെയ്തുകൂടെ, ഒത്തിരി ആൾക്കാർ. അല്ല, കച്ചേരിക്കും ഉണ്ട്. കച്ചേരി കേൾക്കാൻ വരുന്ന ഓഡിയൻസ്. ഇപ്പം രഞ്ജിനി ഗായത്രിയുടെ ഒക്കെ കച്ചേരി വെച്ച് കഴിഞ്ഞാൽ എന്ത് തിരക്കാന്നറിയാം. ഇപ്പം ഒന്നും വേണ്ട, തൃപ്പൂണിത്തുറ അമ്പലത്തിൽ ഉത്സവത്തിന് കച്ചേരി, എല്ലാ കച്ചേരികൾക്കും ആ മേളിൽ പോയാൽ നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല, അത്രയും ആൾക്കാരുണ്ട്. അപ്പം കച്ചേരിക്കും കേൾക്കാൻ ആൾക്കാരുണ്ട്. നോക്കാം. ഇത് എല്ലാം രണ്ടും രണ്ടാണല്ലോ. അപ്പൊ കച്ചേരി പാടുന്ന പോലെ അല്ല ഭജൻസ് പാടുന്നത്, ഭജൻസ് പാടുന്ന പോലെ അല്ല കച്ചേരി പാടുന്നത്. ഇത് രണ്ടും മിക്സ് ആയിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പൊ നന്ദഗോവിന്ദമൊക്കെ ഓൾമോസ്റ്റ് ഒരു മിക്സഡ് സ്റ്റൈലിൽ കൊണ്ടുപോകുന്നതാണ്. ഒരു പ്യുവർ ഭജൻസ് അല്ല പാടുന്നത്, പ്യുവർ നാമസങ്കീർത്തനം അല്ല അവർ ചെയ്യുന്നത്. അവര് വേറെ ഒരു മിക്സഡ് സ്റ്റൈലിലാണ്. അവരും കർണാട്ടിക് പഠിച്ച ആൾക്കാരാണ് എല്ലാവരും. ഫിലിമിലെ ഡിവോഷണൽ സോങ്സ് ഒക്കെ അവർ പാടുന്നുണ്ട്. അപ്പൊ അതൊരു മിക്സഡ് സ്റ്റൈലില് ആളുകൾക്കും കൂടെ ഒരു സൂത്തിങ് ആവുന്ന രീതിയിലുള്ള ഒരു സംഭവങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. ഇനി ആ കഥയില്ലത് ജീവിതം അതിന്റെ വരി ഓർമ്മയുണ്ടോ? ഒരു മാനസം കനവകലുന്നൊരു സാഗരം കഥനങ്ങളിൽ ജീവിതം കഥയല്ലിത് ജീവിതം. അതിൽ അവസാനത്തെ ആ ലൈൻ നമ്മളെപ്പോഴും കുറെ കേൾക്കുന്ന അതിന് ട്രോളൊക്കെ വന്നിട്ടുണ്ട് അന്നത്തെ കാലത്ത്. എന്റെ ശബ്ദം ഇങ്ങനെ ശബ്ദം അത് ശരിക്കും മേലിൽ പാടെന്ന് വിചാരിച്ചാ പോയത്. അപ്പൊ അല്ല, ഇല്ല, താഴെയാണ് പാടുന്നത്. ഞാൻ ചോദിച്ചു, അയ്യോ ഇത് ഇങ്ങനെ ബേസിൽ പാടിയ ഈ ആൾക്കാർ കളിയാക്കൂലേ? അല്ല, അത് കണ്ടു നോക്കൂ, അത് അങ്ങനത്തെ ഫീലുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. വന്നപ്പോ മനസ്സിലായി. ലിറിക്സ് അവരെഴുതി തന്നാണോ? അവരെഴുതി തന്നത്. അയ്യോ ഞാനല്ല. ഭയങ്കര നല്ല കോമഡിയായിരുന്നു. കോമഡി അല്ല, ലൈക്ക് അതൊരു ഒരു കാലത്തൊരു നല്ലൊരു ആ ഒരു ആളുകൾ കുറെ കണ്ടോണ്ടിരുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. പണ്ടത്തെ ബിഗ് ബോസ് ആയിരുന്നു വേണേ പറയാം. അതെ, ആൾക്കാർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ, നെഗറ്റീവ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നെഗറ്റീവ് മാത്രമല്ല, അന്യന്റെ ഫാമിലോ അവർ തമ്മിൽ വഴക്കായിരുന്നല്ലോ, അവൻ അങ്ങനെ അവൻ ഇങ്ങനെ അവളെങ്ങനെ, എന്നിട്ട് ആൾക്കാർ ജഡ്ജ് ചെയ്യും, ഇവളാ പ്രശ്നം അല്ല അവനാ പ്രശ്നം. അതൊക്കെ ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്, പല വീഡിയോസും പല സംഭവങ്ങളും കാണാനായിട്ട്. നിങ്ങള് യൂട്യൂബിലേക്ക് വേണ്ടി മാത്രമാണ് ഇപ്പം കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലാതെ FB ഉണ്ട്, ഇൻസ്റ്റ ഇപ്പം ആൾക്കാർക്ക് ക്ഷമയില്ല എന്നുള്ളതാണ്. അതല്ലേ 1 minute വീഡിയോസ് ആണ് എല്ലാം. ഇപ്പം ഈ യൂട്യൂബിൽ വ്ളോഗ് ഒക്കെ ഇട്ട് കഴിഞ്ഞാലും ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ വരുന്നുണ്ടാവും. ഒരു 5 minute കഴിഞ്ഞിട്ട് 5 minute വരെ ഒന്നും വെയിറ്റ് ചെയ്യാൻ ആൾക്കാർക്ക് വയ്യ. ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലും ട്വിസ്റ്റ് വേണം. അതാണല്ലോ നമ്മൾ പണ്ട് FBയിലൊക്കെ ഒരു ഫുൾ കീർത്തനം അതേപോലെ പാടിയിടുമായിരുന്നു. ഇപ്പൊ അത്രയും ആർക്കും കേൾക്കാൻ പണ്ട് ശരിയല്ലേ? പണ്ട് എല്ലാം ഫുൾ വീഡിയോസ് ഇടുമായിരുന്നു. ഒരു ഫുൾ പല്ലവി, അനുപല്ലവി, ഞാൻ ചരണം ഇട്ടോണ്ടാണ് അന്നത് ഫുള്ളിരുന്ന് കാണുന്ന പാട്ട് കണ്ടില്ലേലും പാട്ട് കേൾക്കും. പക്ഷെ എന്നാലും ഉണ്ടല്ലോ, ഞാൻ ശ്രദ്ധിച്ചത് എന്താന്ന് വെച്ചാൽ 5 minutes ഒരു ഫുൾ കോമ്പസിഷൻ ഇടുന്നതിനേക്കാളും വ്യൂസ് കൂടുതൽ അത് ഷോർട്സിൽ വ്യൂസ് കിട്ടും. നിങ്ങൾ ശരിക്കും ചെയ്യേണ്ടത് 5 minutes വലിയൊരു കോമ്പസിഷൻ, വലുതല്ല 5 minutes നോർമൽ ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അതിന്റെ 1 minute എടുത്ത് ഷോർട്സ് ഇടുക, എന്നിട്ട് ആ ഷോർട്സ് ഇതിലേക്ക് വ്യൂസ് ഡയറക്റ്റ് ചെയ്യുക. ഇപ്പൊ നമ്മൾ പലരും പല സംഭവങ്ങളും കാണുന്നത്, ഇപ്പോ ചില ഷോർട്ട് ഫിലിമിന്റെ ഒക്കെ ഏതെങ്കിലും ഒരു 30 seconds 1 minute ഉള്ള റീല് കണ്ടിട്ടായിരിക്കും നമ്മൾ ആ ഷോർട്ട് ഫിലിം തപ്പി പിടിച്ചിട്ട് പോയിട്ട് കാണുന്നത്. അതെ.
ചില സിനിമകൾ പോലും മൂവി ചിലപ്പോൾ തിയേറ്ററിൽ സക്സസ് ആവാത്ത മൂവി ആയിരിക്കാം, OTT എവിടെങ്കിലൊക്കെ വന്നിട്ടുണ്ടാവാം. അപ്പൊ ഈ സിനിമയുടെ ക്ലിപ്സ് ഒക്കെ എടുത്തിടുമല്ലോ ആൾക്കാർ. അങ്ങനെ എന്തെങ്കിലും ക്ലിപ്സ് കണ്ടിട്ട് ഇൻട്രസ്റ്റ്, ഇത് കൊള്ളാമല്ലോ സാധനം എന്നും പറഞ്ഞിട്ടായിരിക്കും നമ്മൾ അത് തപ്പി പിടിച്ചെടുത്ത് പോയി കാണുക. അതുപോലെയുള്ള സംഭവങ്ങളിൽ ഞാൻ തുടങ്ങിയതാണ് അഷ്ടപതി. അഷ്ടപതി ഫുൾ സ്റ്റാൻസാസും അഷ്ടപതി ആയിട്ട് തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഷോർട്സും മറ്റേ റീലുമായിട്ട് മറ്റേതിലും ചെയ്യാറുണ്ട്. അഷ്ടപതി ഇങ്ങനെ റെഗുലറായിട്ട് പോകുന്ന ഒരു സീരീസ് ഓഫ് ഇതാണ് അഷ്ടപതി. പിന്നെ യൂട്യൂബിൽ ഇങ്ങനെ പോകുന്നത് ശ്രേഷ്ഠ എന്ന് പറയുന്നതാണ് ശരിക്കും ഒരു യൂട്യൂബ് ചാനലിലേക്ക് വേണ്ടി ഞാൻ അത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് ഞാൻ യൂട്യൂബ്. പിന്നെ അതിലെന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്? ശ്രേഷ്ഠ എന്ന് പറയുന്ന ടെമ്പിൾസ് ആൻഡ് മ്യൂസിക് കണക്റ്റഡ്. നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ സബ്ജക്ട് മ്യൂസിക് ആണ്. അതെ അതെ. അവിടെ പോകുമ്പോൾ എങ്ങനെ വീഡിയോ എടുക്കുന്നേ? ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടി. അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോയിട്ട് വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അല്ല, ചില അമ്പലങ്ങളിൽ ചെയ്യാൻ പറ്റും. ചില അമ്പലങ്ങളിൽ നേരത്തെ പെർമിഷനൊക്കെ ചോദിച്ചിട്ടാണ് എടുക്കുക. അല്ലാത്ത സ്ഥലങ്ങളിൽ പെർമിഷൻ ഇല്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊന്നും അലോ ചെയ്യില്ല. ചില ക്ഷേത്രങ്ങൾ കിട്ടും. ഗുരുവായൂരിനകത്ത് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. കേസാണ്. ഗുരുവായൂർ ഇപ്പം ഭയങ്കര ഗുരുവായൂരെ പഴയ ഒരു മേൽശാന്തി വന്നിരുന്നു പോഡ്കാസ്റ്റിന്. ഞങ്ങളെ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ തൊട്ടനും പിടിച്ചതിന് ഇപ്പം വിവാദങ്ങളാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ശരിക്കും പറഞ്ഞാല് ഈ ആവശ്യമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ പോയി റീൽ ഇട്ടിട്ടാണ് അവർ ഈ പെർമിഷൻ മാറ്റുന്നത്. ഇത് നമ്മൾ പോകുന്നത് ജെന്യുയിൻ ആയിട്ടുള്ള ഒരു കാര്യത്തിനാണ്. അതായത് ഇത് റീലല്ല. ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പഠിച്ച ഒരു കോമ്പസിഷൻ, ഫോർ എക്സാമ്പിൾ ഊത്തുകാട് വെങ്കട സുബ്ബയ്യരുടെ അലൈപ്പായുധേ ഇരുന്ന് എഴുതിയ സ്ഥലം, അതായത് ഊത്തുകാട് എന്ന് പറഞ്ഞ ഒരു സ്ഥലം, അവിടുത്തെ കാളിയ നർത്തന കൃഷ്ണ ടെമ്പിൾ, അവിടെ പോയിട്ട് ആ ടെമ്പിളിൻ്റെ ചരിത്രം ഡോക്യുമെൻ്ററി ആക്കുന്നു. ഒരു പല്ലവി അല്ലെങ്കിൽ അനുപല്ലവി അവിടെ ഇരുന്ന് ഒന്ന് പാടുന്നു. ദാറ്റ് ഇസ് ദ തിങ്. അതാണ് അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. നിങ്ങളൊരു ഫോണിലാണ് വീഡിയോ എടുക്കുന്നുണ്ടെന്നൊരു പ്രശ്നമില്ല. രണ്ട് സെയിം അല്ലേ? പിന്നെ എന്താണോ അതാണ് പ്രശ്നം. നിങ്ങൾ പ്രൊഫഷണൽ ക്യാമറയും കൊണ്ട് വന്ന് വീഡിയോ എടുക്കാൻ പാടില്ല. അതാണ് പ്രശ്നം. ഒരു ട്രൈപോഡ് ഉണ്ടാവാൻ പാടില്ല. ഈ ട്രൈപോഡൊക്കെ വരുമ്പോഴാണ് പ്രശ്നം. ഞാൻ നോക്കുമ്പോൾ ഈ DSLR ക്യാമറയിൽ എടുക്കുന്നതിൽ അടിപൊളിയായിട്ട് ചിലപ്പോൾ ഈ ഫോണിൽ 4K റെക്കോർഡ് ചെയ്യാൻ പറ്റും. നിങ്ങളെന്തായാലും സൗണ്ട് സ്റ്റുഡിയോയിലല്ലേ ചെയ്യുള്ളൂ അല്ലേ? സൗണ്ട് അവിടെ ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾ അവിടെ പോയി ലിപ്സിംഗല്ലേ ചെയ്യുള്ളൂ. അല്ല, ചെന്നൈയിൽ നമ്മള് ശിവതാണ്ഡവം, അനുഷല്ലേ വന്നത്, ചെന്നൈയിൽ ശിവതാണ്ഡവം എടുക്കാൻ പോയപ്പോഴും ക്യാമറ സമ്മതിച്ചില്ല. നേരെ മറിച്ച് ചുമ്മാ പോയി നമ്മള് ഫോണിൽ ആ ക്ലാരിറ്റി കിട്ടുകയും ചെയ്യും. അതെ, ഇത് പറയുന്നത് പ്രൊഫഷണൽ വീഡിയോഗ്രാഫി പാടില്ല, അല്ലെങ്കിൽ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി പാടില്ല. ഫോണിൽ എടുത്തു കഴിഞ്ഞാൽ അതിലും ഭംഗിയായിട്ട് എടുക്കാം എന്നുള്ളത് ഈ മണ്ടന്മാർക്ക് അറിയണ്ടേ? അയ്യോ, അതിനി ഇതിൽ കൂടെ പറഞ്ഞു കൊടുക്കരുത്. അതും കൂടെ ബാൻ ചെയ്യാനുള്ളൂ. ബാക്കിയെല്ലാം കുളമാക്കി വെച്ചിട്ടുണ്ട് ഒരു പരിധി വരെയൊക്കെ. ഇതെല്ലാം ഭയങ്കര രസമാണ്. അപ്പം മറ്റേ എന്താ പറയാ, ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത് എവിടെ പോയാലും ഇപ്പൊ പറഞ്ഞത് തഞ്ചാവൂരോ? സ്റ്റുഡൻസിന്റെയോ? ഊത്തുകാടിന്റെ ഒരു കൃതി പാടുവോ? ഊത്തുകാടിന്റെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ റാപ്പ്, അതാണ്. എന്നാ പഠിക്കും. യെസ്. അപ്പൊ ശാസ്ത്രീയ സംഗീതം എന്ന് പറഞ്ഞാൽ സ്ലോ മാത്രമാണെന്ന് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയാണ് വിചാരം. പക്ഷെ ശാസ്ത്രീയ സംഗീതത്തിൽ റാപ്പ് ഉണ്ട്. ടൈറ്റിൽ ശാസ്ത്രീയ സംഗീതം മാത്രമല്ല, ഞാൻ പറയട്ടെ, ഇപ്പം ചിദംബര നടരാജ സ്തോത്രം, സദഞ്ചിത മുദഞ്ചിത നികുഞ്ചിത പദം ചല ചലഞ്ചലിത മഞ്ജു കടകം. ഓക്കെ, റെഡി. കറുത്ത കുഴലുടൻ ഇരുത്ത മയിലിറകിറുക്കി അമൈത്ത തിരത്തിലെ ഗാനമയിലാടും മോനക്കുയിൽ പാടും നീല നദിയോടും വനത്തിലെ കുഴൽ മുതൽ എഴിലിസை കുഴയ വരുമിസയിൽ കുഴലുടുമിളിരിന കരത്തിലെ കതിരുമതിയുമെന നയന വിഴികളിര് നളിന മാനശലനത്തിലെ കാലിംഗൻ ശിരത്തിലെ കതിത്ത പദത്തിലെ എൻ മനത്തെ ഇരുത്തി കനവ് കനവിനോട് പിറവി തോറും കനിന്തുരുകവരം തരുക പരം കരുണை പാൽവടിയും മുഖം നീനൈന്തെന്നുള്ളം പരവശമികവാരുതേ കണ്ണാ പാൽവടിയും മുഖം നീനൈന്തെന്നുള്ളം പരവശമികവാരുതേ കണ്ണാ പാൽവടിയും
പരവശമികവാകതേ. ഈ കൃതികള് കൂടുതലും ഉള്ളത് തമിഴിലാണോ? അല്ല, തെലുഗു, സാൻസ്ക്രിറ്റ്, കന്നഡ ആൻഡ് തമിഴ്. നമ്മളിപ്പം മലയാളം പാടി, തമിഴ് പാടി, ഒരു കന്നഡ പാടാ പറഞ്ഞു. മുദ്ദുകാരി കന്നഡയല്ലേ? അല്ലല്ല, അത് പഠിക്കുമെന്ന് നല്ല പാട്ടല്ലേ? ഭയങ്കര ആ പഠിക്കും, കുറച്ച് പാടിയാ മതി. മുദ്ദുകാര് കന്നഡ അല്ല. അല്ല അത് തെലുങ്കല്ലേ, പഠിക്കും, കുഴപ്പമില്ല. രസമുള്ളല്ലേ, കേൾക്കാലോ. ഓക്കെ, അപ്പൊ സുജിത്ത് തെലുഗു തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് മുദ്ദുകാരി അത് കഴിഞ്ഞ് കന്നഡ പാടാം. అంత నింత గొల్లేదల అరచేతి మాణిక్యము పంతమాడే కంసుని పాలి వజ్రము. అంత నింత గొల్లేదల అరచేతి మాణిక్యము పంతమాడే కంసుని పాలి వజ్రము. కాంతుల మూడు లోకల గరుడ పచ్చ పూస, కాంతుల మూడు లోకల గరుడ పచ్చ పూస. చింతల మాలోలున్న చిన్ని కృష్ణుడు, చింతల మాలోలున్న చిన్ని కృష్ణుడు, చింతల మాలోలున్న చిన్ని కృష్ణుడు. ముద్దుగారే యశోద ముంగిడి ముద్యము వీడు, దిద్దరాని మహిమల దేవకీ సుతుడు. ముద్దుగారే యశోద. അവിടെ കട്ടാക്കാൻ എനിക്ക് തോന്നുന്നു. കൊള്ളാം. അപ്പൊ ഇനി കന്നഡ ഇത് പഠിക്കുക. ഭാഗ്യദലക്ഷ്മി വരാൻ പാടി, അത് വളരെ കോമൺ ആണ്. അത് അത് ആ പാട്ട് എത്ര രീതിയിൽ, ഏതൊക്കെ രീതിയിലാണ് ആൾക്കാർ പാടിയിരിക്കുന്നത് അല്ലേ? ഞങ്ങളുടെ കച്ചേരിയിൽ ലാസ്റ്റ് എപ്പോഴും പാടുന്നു. അത് ഭയങ്കര ഭയങ്കര അത് ഒത്തിരി രീതിയിൽ പാടിയിട്ടുണ്ട് ആൾക്കാര്. ಸಂಖ್ಯೆಯಿಲ್ಲದ ಭಾಗ್ಯವ ಕೊಟ್ಟು ಕಂಕಣ ಕೈಯ ತಿರುವುದ ಬಾರೆ, ಸಂಖ್ಯೆಯಿಲ್ಲದ ಭಾಗ್ಯವ ಕೊಟ್ಟು ಕಂಕಣ ಕೈಯ ತಿರುವುದ ಬಾರೆ. ಕುಂಕುಮಾಗಿದೆ ಪಂಕಜಲೋಚನೆ ವೆಂಕಟರಮಣನ ಪಟ್ಟದ ರಾಣಿ, ಕುಂಕುಮಾಗಿದೆ ಪಂಕಜಲೋಚನೆ ವೆಂಕಟರಮಣನ ಪಟ್ಟದ ರಾಣಿ. ಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ ನಮ್ಮಮ್ಮ ನೀ ಸೌಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ. ಸಕ್ಕರೆ ತುಪ್ಪವ ಕಾಲುವ ಹರಿಸಿ, ಸಕ್ಕರೆ ತುಪ್ಪವ ಕಾಲುವ ಹರಿಸಿ. ಶುಕ್ರವಾರದ ಪೂಜೆಯ ವೇಳೆಗೆ ಸಕ್ಕರೆ ತುಪ್ಪವ ಕಾಲುವ ಹರಿಸಿ. ಶುಕ್ರವಾರದ ಪೂಜೆಯ ವೇಳೆಗೆ ಅಕ್ಕರೆಯುಳ್ಳ ಅಳಗಿರಿರಾಯನ ಚೊಕ್ಕ ಪುರಂದರ ವಿಠಲನ ರಾಣಿ. ಅಕ್ಕರೆಯುಳ್ಳ ಅಳಗಿರಿರಾಯನ ಚೊಕ್ಕ ಪುರಂದರ ವಿಠಲನ ರಾಣಿ. ಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ ನಮ್ಮಮ್ಮ ನೀ ಸೌಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ, ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ, ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ. അപ്പൊ നമുക്കൊരു കൊങ്കണിയും കൂടെ ആയാലോ? കൊങ്കണിയിൽ ഒരു പാട്ട് പാടിയാൽ മതി. കൊങ്കണിയിൽ അങ്ങനെ കൃതികളില്ലല്ലോ അല്ലേ? ഇല്ല, കൃതി. ആ, ഒരു പാട്ട് പാടിക്കും. ശ്രീ അനന്ത് ഭട്ട് അദ്ദേഹം എഴുതിയ, ശ്രദ്ധയുടെ മദർ ഇൻ ലോന്റെ അമ്മാവനാണ്. ശരി. അനിതയുടെ അമ്മയുടെ ബ്രദറാണ് ശ്രീ അനന്ത് ഭട്ട്. ലിറിക്സ് എഴുതില്ലേ? കൊങ്കണിയിൽ ഒരുപാട് പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ ഒരു പാട്ട്, काशी मठाचो देवू तू व्यासू दिसता तोंडारी तो मंदहासू. काशी मठाचो देवू तू व्यासू दिसता तोंडारी तो मंदहासू. आशीर्वादुरी करी आश्वासू
विश्वासो विष्णु तो मकर तुझो विश्वासो यो रे देवा तो मिगेले घरा तू राब रे देवा तू मन मंदिरा तू यो रे देवा तू मिगले घरा तू. നൈസ്. ഇപ്പോൾ കൊങ്കണി ഓക്കെ, ബാക്കിയുള്ള ലാംഗ്വേജസിലൊക്കെ ഈ കീർത്തനങ്ങളൊക്കെ പാടുമ്പോഴത്തേക്കിനും അതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ എല്ലാവരും പാടുന്നത്? ഏകദേശമല്ല, കാരണം എന്നാലേ ആ ഒരു ഭാവം വരുള്ളൂ ഭാവം വരുള്ളൂ. അല്ലേ? യെസ്. ഓക്കെ. ഞങ്ങൾക്കാണെങ്കിലും ക്ലാസ് എടുക്കുമ്പോൾ അമ്മ ലിറിക്സ് എഴുതുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ മീനിങ് പറഞ്ഞു തരാറുണ്ട്. അത് മനസ്സിലാക്കി പാടുന്നതാണ് നല്ലത്. എന്നാലേ നമുക്ക് ആ ഒരു എക്സ്പ്രഷൻ കറക്റ്റായിട്ട് നമുക്ക് എന്ത് വികാരമാണോ ആ വികാരമൊക്കെ മനസ്സിലാക്കി നമുക്ക് ഇംപ്രവൈസ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ അല്ലേ? ഇല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ അനാവശ്യമായിട്ടുള്ള രീതിയിൽ ഇംപ്രവൈസേഷൻ വന്നു പോകും. ഓക്കെ. ഏത് രാഗത്തിലുള്ള പാട്ടുകളാണ് അല്ലെങ്കിൽ കീർത്തനങ്ങളാണ് കൂടുതലും പാടാനിഷ്ടം? കേൾക്കാനിഷ്ടം പലർക്കും പല രീതിയിലായിരിക്കും, മൂഡ് അനുസരിച്ച് മാറുമായിരിക്കും. പക്ഷെ എന്നിരുന്നാലും പാടാനിഷ്ടം ഏത് രാഗത്തിലുള്ള കീർത്തനങ്ങളാണ്? അങ്ങനെ ഇല്ല കേട്ടോ, എല്ലാം ഇഷ്ടമാണ്. പിന്നെ എപ്പോഴും മെലോഡിയസ് ആയിട്ടുള്ള രാഗങ്ങൾ കൂടുതൽ ഇഷ്ടമാണ്. പിന്നെ ഞങ്ങളുടെ കർണാട്ടിക് മ്യൂസിക്കിൽ വിവാദി രാഗങ്ങൾ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ട്. 72 മേളകർത്ത രാഗസിനെ ഒരു 6 വെച്ചിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് പെർട്ടിക്കുലർ കുറച്ച് രാഗങ്ങൾ വിവാദി രാഗാസ് എന്ന് പറഞ്ഞിട്ട് സ്വരങ്ങൾ തമ്മിലുള്ള ചേർച്ചയില്ലായ്മ കാരണം അത്രയ്ക്ക് അങ്ങോട്ട് സൂതിങ് അല്ലാത്ത കുറച്ച് രാഗങ്ങളുണ്ട്. ആ രാഗങ്ങൾ ഒഴികെയുള്ള ഒരുവിധമുള്ള എല്ലാ രാഗങ്ങളും മെലോഡിയസ് രാഗങ്ങളാണ്. അതെല്ലാം ഇഷ്ടമാണ്. പിന്നെ ജന്യരാഗാസ് ഈ പറഞ്ഞ പോലെ ഹിന്ദോളം, ബൃന്ദാവൻ സാരംഗ, യമുന കല്യാണി, സിന്ധു ഭൈരവി, പന്തുവരാളി, അങ്ങനെ ഒരുപാട് എല്ലാ രാഗങ്ങളും ഇഷ്ടമാണ്. പിന്നെ പെർട്ടിക്കുലർ രാഗങ്ങൾ. നിങ്ങൾ യൂഷ്വലി കശ്ശേരിയൊക്കെ അവതരിപ്പിക്കുമ്പോൾ അവസാനം പാടുന്ന പാട്ടുകൾ ഏതായിരിക്കും, അല്ലെങ്കിൽ കീർത്തനം ഏതായിരിക്കും? ഏറ്റവും ലാസ്റ്റ് ഭാഗ്യദലക്ഷ്മി. അതായത് മധ്യമാവതി എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും എൻഡ് ലാസ്റ്റ് നിർത്തുന്ന ഒരു രാഗമാണ് മധ്യമാവതി എന്നാണ്, അങ്ങനെയാണ് പറയപ്പെടുന്നത്. മധ്യമാവതി രാഗത്തിലെ ഏതെങ്കിലും കോമ്പസിഷൻ ആയിരിക്കും പാടുന്നത്. ഞങ്ങൾ എപ്പോഴും കച്ചേരിക്ക് പാടുന്നത് ഊത്തുകാടിൻ്റെ തന്നെ ആടാത് അസംഗാത് വാ കണ്ണ എന്ന് പറഞ്ഞൊരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കോമ്പസിഷൻ ഉണ്ട്. അതിൻ്റെ കൂടെ ഭാഗ്യദലക്ഷ്മി മിക്സ് ചെയ്ത് അങ്ങോട്ട് പാടും. സാധാരണ മധ്യമാവധിയിലുള്ള വേറെ ഏതൊക്കെയാണ് ഉള്ളത് കീർത്തനങ്ങൾ പൊതുവെ ആളുകൾ പാടുന്നത്? പാലിംസു കാമാക്ഷി ഉണ്ട്. അത് പക്ഷെ ലാസ്റ്റ് നിർത്തില്ല കേട്ടോ. മധ്യമാവധിയിൽ നിർത്തുമ്പോൾ മംഗളമാ പാടുന്നത്. എന്താ പാടുന്നത്? മംഗളം, പവമാന പാടാറുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ സർവമംഗല മാംഗല്യേ അത് പാടാറുണ്ട്. അങ്ങനെ മംഗളം അല്ലെങ്കിൽ തില്ലാന പാടാറുണ്ട് ലാസ്റ്റ്. തില്ലാന എന്ന് പറയുമ്പോൾ തില്ലാന എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കീർത്തനം എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഒരു കൃതി എന്ന് പറഞ്ഞാൽ ഒരു പല്ലവി അനുപല്ലവി ചരണം, സാഹിത്യം ഉണ്ടാവും, ലിറിക്സ് ഉണ്ടാവും. വർണ്ണം എന്ന് പറയുന്നത് വേറെ കാറ്റഗറി ഓഫ് കോമ്പസിഷൻസ് ആണ്. അതിൽ ലിറിക്സ് ഉണ്ടാവും, സ്വരങ്ങളും കൂടെ ഉണ്ടാവും. തില്ലാന എന്ന് പറയുന്നത് ഒരു സംഭവം കൂടെ ഉണ്ട്, അതിൽ ജതികളും കൂടെ ഉണ്ട്. അതായത് ധീം, തകത്തോം, ജം, നം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ ഡാൻസിൽ യൂസ് ചെയ്യുന്ന, മെയിൻലി അത് ഡാൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അത് ലാസ്റ്റ് പാടാറുണ്ട് എല്ലാവരും. കാരണം ഒരു ഇത്രയും കേട്ട് വന്നിട്ട് പവർഫുൾ-ആയിട്ട് കച്ചേരി നിർത്താം. നമുക്ക് പവർഫുൾ-ആയിട്ട് പോഡ്കാസ്റ്റ് നിർത്തിയാലോ? തില്ലാനയാണോ പാടുന്നത്? ഞാനും ഹസ്ബൻഡും കൂടെ അതിന്റെ ഒരു സീരീസ് ചെയ്തിട്ടുണ്ട്. അത് മൃദംഗവും കൂടെ വരുമ്പോൾ ഭയങ്കര രസമാണ് അതിന്. ഇവിടെ ഇവരും ഒരു മ്യൂസിക്കൽ ഫാമിലി ആണല്ലേ? ഒരു കുഞ്ഞ് അവിടെ ഉറങ്ങുന്നുണ്ട്, അതും വലുതായി വരുമ്പോഴത്തേക്കും ഇത് തന്നെയായിരിക്കും. പാട്ട് ഇഷ്ടമാണ്. നമ്മള് മടിയിലിരുത്തി ഇങ്ങനെ ഞങ്ങള് 3 പേരും കൂടെ ഒന്നിച്ചിരുന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മടി കിടത്തിയാണ് ഇങ്ങനെ നോക്കി കിടക്കും. ഹസ്ബൻഡ് അഭിമന്യു മൃദംഗിസ്റ്റാണ്. ഇനി ഇവിടെ ഒരാളെ കണ്ടുപിടിക്കണ്ടേ? അതും നല്ലൊരു പാട്ടുകാരനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും മ്യൂസിക്കിനെ സ്നേഹിക്കുന്ന ആളായാൽ മതി അല്ലേ? ആദ്യമായിട്ടാണ് ഇങ്ങനെ പാട്ടൊക്കെ പാടി നമ്മളൊരു പോഡ്കാസ്റ്റ് ചെയ്തത്. സുജിത്തിന്റെ എല്ലാത്തിലും രാഷ്ട്രീയക്കാരും എല്ലാവരും ഉണ്ട്, രാഷ്ട്രീയക്കാർ വരും, എല്ലാം വരും. ഇതിനിടയ്ക്ക് നമുക്ക് ഇച്ചിരി എന്താ പറയാ എന്റർടൈൻമെന്റും വേണമല്ലോ. അപ്പോൾ അങ്ങനെ പല മേഖലകളിൽ ഉള്ള ആളുകൾ പോഡ്കാസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കിനും ഞങ്ങൾക്കും വലിയ സന്തോഷം. കാരണം സാധാരണ എല്ലാവരും ഫിലിം സോങ്സ് അല്ലെങ്കിൽ പ്ലേ ബാക്ക് സിംഗേഴ്സിനെയും ആക്ടേഴ്സിനെ അങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്.
ഞങ്ങളെ കർണാട്ടിക് സിംഗേഴ്സ് ആയിട്ടുള്ള ഞങ്ങളെ ഇതിലേക്ക് ക്ഷണിച്ചതിനും വലിയൊരു നന്ദി. താങ്ക് യു. സന്തോഷം. എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.